അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാണ്. കൃപാസന ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ യോഗ്യതയാൽ അൾത്താരയിൽ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ ദൈവവേദനെ മനസ്സ്, ശരീരം, ആരോഗ്യം ഏതെല്ലാം മേഖലകളിൽ എൻ്റെ മക്കൾ ഇന്ന് ഞെരുങ്ങുകയോ വിഷമിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ കർത്താവിൻ്റെ രക്തം നിങ്ങൾ തളിക്കപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ വിങ്ങുന്ന മനസ്സാണ് നിങ്ങളുടെ എങ്കിൽ, സാമ്പത്തിക തകർച്ച ഉള്ളത് കാരണം, ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മുടങ്ങിപ്പോയത് കാരണം, വരുമാന സ്രോതസ് അടഞ്ഞു പോയത് കാരണം, പഠിക്കേണ്ട കാര്യങ്ങളും വിസ പ്രോസസ്സിങ്ങും നാട്ടിലുള്ള പരീക്ഷകളും ടെസ്റ്റുകൾ പരീക്ഷ ഫലങ്ങൾ പ്രതീക്ഷിക്കുന്നവരെ, എൻ്റെ വിഷയത്തിന് PSC ടെസ്റ്റ് പിടിച്ചെന്നെങ്കിലും ആഗ്രഹിക്കുന്നവരെ, അതെല്ലാം
ഈ ഒറ്റ പ്രാർത്ഥനയുടെ ദൈവത്തിലെ നിന്നെ ദൈവം ഏറ്റെടുക്കുകയും നിന്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് നിന്നെ സന്ധിക്കുകയും ചെയ്യും. നീ കടം കൊടുത്തിട്ടുള്ളവർ, അത് കിട്ടാത്തവർ, നിന്നോട് കടം വാങ്ങിച്ചിട്ടുള്ളവർ, അത് തരാത്തവർ, എല്ലാം കൊണ്ട് നീ ഞെരുങ്ങുന്ന വിഷയങ്ങളെല്ലാം കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മ നിന്റെ ഇന്നിൻ്റെ സങ്കടങ്ങളെ കണ്ണുനീരിനെ ഏറ്റെടുക്കുകയും എൻ്റെ ഈശോയുടെ നാമത്തിൽ ഞാൻ നിന്നെ ആശീർവദിക്കുകയും നീ ശക്തിപ്പെട്ട് രാത്രി തിരിച്ചെത്തുന്നവരെ കർത്താവിൻ്റെ കൃപ നിന്നെ പിന്തുടരട്ടെ. പിതാമ്പുത്രനും പരിശുദ്ധാത്മാശ്രയിച്ച് നീക്കുവാമേ. ഈ ദിവസങ്ങളൊക്കെ പഴങ്കഥകൾ പറയുകയാണ്. ഇത് 88 ഒരു പള്ളിയിലിരിക്കുകയാണ്. ആ പള്ളിയുടെ പേരൊന്നും പറയണില്ല. അപ്പോൾ ഈ പറഞ്ഞ ആൾക്കാർക്ക് മനസ്സിലാകും. ഞാൻ ആ പള്ളി ഇരിക്കുമ്പോൾ ഞാനത് അന്ന് കുറച്ച് അവശനാണ്. എന്ന് വെച്ചാൽ ഇന്ന് അവശനല്ലെന്നൊന്നും പറയണില്ല, ഇന്ന് ഇത്തിരി അഭിഷേകമുണ്ട് അവശനാണെങ്കിൽ. അപ്പോൾ അന്നെന്ന് പറയണത് അത്രയും അഭിഷേകമൊന്നും ആയിട്ടില്ല. അപ്പോൾ അത് വർക്കിനൊക്കെ അത് ബാധിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് പരിചയമുള്ളൊരു കന്യാസ്ത്രീയുണ്ട്, അടുപ്പമുള്ള എന്നുവെച്ചാൽ അവർ ഹെഡ് മാസ്റ്ററാണ്, റിട്ടയർ ആയതാണ്, ഇപ്പോൾ വിശ്രമ ജീവിതമാണ്. അപ്പോൾ എന്നോട് പറയും, എൻ്റെ കൊച്ചച്ച എന്നാ കോലമാണിത്. അപ്പോൾ എനിക്ക് ഞായറാഴ്ച 2 കുർബാന, പിന്നെ കാറ്റഗിസം, പിന്നെ കുറേ സംഘടനാ മീറ്റിംഗ് എല്ലാം കൂടി വന്നിട്ട് ഞാനൊരു 12:30 ആകുമ്പോൾ ഇങ്ങനെ വല്ലാത്ത രീതി തളർന്നു പോകും. അപ്പോൾ എന്നോട് പറയും, ഊണ് കഴിക്കണം ഞാൻ മഠത്തിൽ ചെന്ന്. അപ്പോൾ മഠം ചെല്ലുമ്പോൾ ആ കന്യാസ് എനിക്കൊരു സൂപ്പ് തരും, പ്രത്യേകം ഉണ്ടാക്കിയ നല്ല സൂപ്പാണ്, കുറച്ച് ബലം കിട്ടും. അപ്പോൾ ഒരു ദിവസം ഞാൻ കന്യാസ്ത്രീയുടെ അടുത്ത് ചെല്ലുമ്പോൾ ആ അമ്മ ഇരുന്നുകൊണ്ട് ഇല തിന്നുകയാണ്. അതൊരു ഒരു ചെടിയുടെ ഇല തിന്നുക. അപ്പം അവർ പോർട്ടിക്കോയിൽ വരാന്തയിൽ കസേര വരച്ചിട്ട് ഈ അതിൻ്റെ മുകളിൽ വരാന്തയിൽ തൂങ്ങിക്കിടക്കുന്ന ഒരു വള്ളിച്ചെടിയുണ്ട്. അമ്മേന്നാണ്ട് ഇല പിറക്കി തിന്നണത്. അപ്പം ഞാൻ ചോദിച്ചാൽ, അമ്മ ഇത് എന്നാ ഇലയാണ് ഇത്? അപ്പം എന്നോട് ചക്കരകൊല്ലി ഇലയാണ് അച്ഛാ ഇത്. എന്തിനാണ്? എനിക്കിത്തിരി ലേശം ഷുഗറൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ ചക്കരകൊല്ലി ഇല തിന്നുകയാണ്. അത് ഓക്കെ. അപ്പം ഞാൻ ആദ്യമായിട്ട് കേൾക്കണത് ഇങ്ങനെ ഷുഗറുകാർക്ക് ചക്കരകൊല്ലി ഇലയൊക്കെ തിന്നാ. പഴയ തലമുറ അങ്ങനെ കഴിച്ചിരുന്നു, ഇപ്പം കഴിക്കുന്നുണ്ടോയെന്ന് അറിയത്തില്ല. ഇപ്പം ഷുഗറുകാർക്ക് ഇപ്പം എല്ലാവരും ഇപ്പം ഈ മധുരക്കിഴങ്ങ് വെച്ച് പിടിപ്പിക്കുകയല്ലേ. ഏതോ ഒരു മാസികയിൽ മധുരക്കിഴങ്ങ് ഷുഗറിന് നല്ലതാണെന്ന് പറഞ്ഞിട്ട് ആൾക്കാർ ഇപ്പം പലയിടത്തും ഞാൻ കണ്ട് മധുരക്കിഴങ്ങ് വെച്ച് പിടിപ്പിച്ചിട്ട് ഷുഗറുകാർ പ്രത്യേകിച്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യട്ടെ, നല്ലതായിരിക്കും. അപ്പോൾ അത് കാലം മാറിയപ്പോൾ വേറെ ഐറ്റം വന്നതാണ്. വേറെ രസമുണ്ടെന്ന് ഈ കന്യാസിൻ്റെ അടുത്ത് ഞാൻ വേറെ ദിവസം ചെല്ലുമ്പോണ്ടല്ലോ, അന്നൊരു അടിയുന്ന ഏതോ കന്യാസിയുടെ ബർത്ത്ഡേ ആയിരുന്നു അവിടെ. അപ്പം ഈ അമ്മ ഹലുവായും ലഡുവും തിന്നണം. എനിക്ക് വല്ലതും പറയാൻ പറ്റുമോ? അപ്പം ഒരാൾ തന്നെ പരസ്പര വിരുദ്ധമായ 2 കാര്യങ്ങൾ 2 സമയത്ത് ചെയ്യുമ്പോൾ ഞാനൊന്നും പറഞ്ഞില്ല. നല്ല പ്രായമുള്ള കന്യാസിയല്ലേ, എന്നോട് വേണ്ട വലിയ ഇഷ്ടമാണ്. മക്കളെ, ഇത് കേട്ടപ്പോൾ നിങ്ങൾക്ക് തോന്നിയത് ഇത് ഒരു രസത്തിന് ഇൻഫർമേറ്റീവാണ്. ഇൻഫർമേറ്റീവ് അല്ല, ഇതിലൊരു വചനമുണ്ട്. പ്രത്യേകിച്ച് നമുക്ക് ശ്രദ്ധിക്കേണ്ടത് ഐസയ 64:6 നോക്കിയേ. ഞങ്ങൾക്ക് രക്ഷ കിട്ടുമോ? അതാണ് വിഷയം. ഈ പുണ്യവും പാപവും ഒരുമിച്ച് ചെയ്താലുള്ള കുഴപ്പം എന്താ? ഈ ലഡുവും ചക്കരവല്ലി ഇലയും കൂടി ഒരുമിച്ച് കഴിച്ചാലുള്ള കുഴപ്പം എന്താണ്? ഞങ്ങൾക്ക് രക്ഷ കിട്ടുമോ? എന്താണ് കാര്യം? ഞങ്ങൾ അശുദ്ധനെ പോലെയും ഞങ്ങളുടെ സൽപ്രവൃത്തികൾ ഞങ്ങളുടെ സൽപ്രവൃത്തികൾ മലിനവസ്ത്രം പോലെയുമാണ്. സൽപ്രവൃത്തികളാണ് ചെയ്യണതെങ്കിൽ എന്താ പറ്റി? പാപം പുണ്യത്തിൻ്റെ കൂടി പാപം കാരണം ഞങ്ങളുടെ സൽപ്രവൃത്തികൾ മലിന വസ്ത്രം പോലെയുമാണ്. അപ്പം അതിൻ്റെ കുഴപ്പം എന്താണ്? ആ രക്ഷയെ അത് ബാധിക്കുമെന്നാണ്. മനസ്സിലായില്ലേ? അപ്പം പാപം പുണ്യം പാപം ചെയ്തിട്ട് അതുകൊണ്ട് പുണ്യം കൊണ്ട് അതിനെ മറക്കാമെന്ന് വെച്ച് കഴിഞ്ഞാലേ വിമണി പാടായിരിക്കും. അബോർഷനും തോന്നിയവാസവും വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടി കൂതാശകൾ വെട്ടിമുറിച്ച് വീട്ടിൽ പോയി നിൽക്കുകയും ഇങ്ങനെ അഭ്യാസങ്ങളൊക്കെ കാണിച്ചാലേ പിന്നെ എന്തെങ്കിലും ആതുര സേവനവും കിട്ടുന്ന ശമ്പളം കൊണ്ട് പാദം കൊടുക്കാവുന്ന അല്ലെങ്കിൽ എന്നൊക്കെ വിചാരിച്ചാലേ ഞങ്ങളുടെ സൽപ്രവൃത്തികൾ എന്ത് പറ്റുമോ? അതിനെ മല്ലമായ വസ്ത്രങ്ങൾ പോലെയാണ്. ഇല പോലെ ഞങ്ങൾ കൊഴിയുന്നു, കാറ്റെന്ന പോലെ ഞങ്ങളുടെ അകൃത്യങ്ങൾ ഞങ്ങളെ പറപ്പിച്ചു കളയുന്നു. ഓക്കെ അല്ലേ? ഇതാണ് അവസ്ഥ. അപ്പം പുണ്യമായിട്ട് തന്നെ പോകാൻ നോൻപ് കാലത്തെ പ്രത്യേകം ശ്രദ്ധിക്കണം. പാപപ്രവർത്തികളുടെ എണ്ണം കുറച്ചില്ലായ്മ ചെയ്യണം.
പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. എൻ്റെ പേര് ജെയിംസ്. ഞാനിവിടെ നിൽക്കുന്നത് മാതാവിൻ്റെയും തിരുക്കുമാരൻ്റെയും വലിയൊരു അനുഗ്രഹത്തിലാണ്. എൻ്റെ പേര് ജെയിംസ്. ഞാൻ ചെമ്പുമുക്ക് കെനഡി മുക്കിൽ താമസിക്കുന്നു. സെയിൻറ്റ് മൈക്കിൾ ചർച്ചിൻ്റെ പാരിഷ് മെമ്പറാണ്. ഞാനിവിടെ ഉടമ്പടി എടുത്തത് 20/6/23 അത് വളരെ വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. എന്താണെന്നുണ്ടെങ്കിൽ വളരെ കഷ്ടപ്പാടിലും കടങ്ങളിലും അടുത്ത് എന്താണ് ചെയ്യാൻ പറ്റുന്നത് എന്നൊരു വ്യാകുലത്തിലിരിക്കുന്ന ഒരു 6-7 വർഷങ്ങൾ കടങ്ങൾ മാത്രം ഉണ്ടായിരുന്നുള്ളൂ. ജോലി അന്വേഷിച്ച് ജോലി കിട്ടുന്നില്ല. ബിസിനസ് ഞാനൊരു കൺസൾട്ടൻസി ജോലി ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷേ അതിലൊരു സക്സസ് നടക്കുന്നില്ല. ആൾക്കാരായിട്ട് എന്നെ സഹായിക്കുന്നുണ്ട്, പക്ഷെ അവർക്ക് തിരിച്ച് കടം കൊടുക്കാൻ പറ്റുന്നില്ല, വാടക കൊടുക്കാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു സംഭവത്തിലാണ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. എൻ്റെ ഭാര്യ അരുൾമേരി, ഇത് രണ്ടാമത്തെ മകൾ ഷേർലി ജെയിംസ്. ഇവർക്കുണ്ടായ അനുഗ്രഹങ്ങളും കൂടിയും അറിയാനും വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. ഫസ്റ്റ് ഞാൻ പല പള്ളികളിലേക്കും പോകുന്നുണ്ടായിരുന്നു. എനിക്ക് പല പള്ളികളിൽ നിന്നും എനിക്ക് ഇല്ലെങ്കിൽ വഴിയിൽ നിന്നും ആൾക്കാരുടെ അടുത്തു നിന്ന് മാതാവിൻ്റെ പത്രം കിട്ടുമായിരുന്നു. വൈഫിന് മലയാളം വായിക്കാൻ അറിയില്ലാത്തതുകൊണ്ട് വൈഫ് എപ്പോഴും പത്രം കിട്ടുമ്പോൾ എനിക്ക് തരും. ഞാനത് മടക്കി ഓൾട്ടറിൽ വയ്ക്കും. ഓക്കെ, അല്ലാതെ ഞാൻ തുറന്ന് വായിക്കാനോ അങ്ങനെ ഒരു മനസ്സ് വന്നിട്ടുണ്ടായിരുന്നില്ല. എന്താ പറയുക, എല്ലാ വിധത്തിലും ഭയങ്കര ഒരു പ്രശ്നങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നുള്ള ഒരു കാര്യം എനിക്ക് വളരെ വിഷമമായിരുന്നു. എനിക്ക് അത് എങ്ങനെയാണ് ജീവിതം മുമ്പോട്ട് പോകേണ്ടതെന്ന് പോലും വളരെ വലിയൊരു ചോദ്യചിഹ്നമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ ഒരു കൂട്ടുകാരൻ 19-ാം തീയതി ഒക്കെ എത്തുന്നത്. ഇവിടെ വരുന്നതിന് ഒരു ദിവസം മുമ്പ് പുള്ളി പറഞ്ഞു, ഒരു സ്ഥലം വരെ പോവാം, ജെയിംസ് ഏട്ടൻ വാ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ശരി പോകാമെന്ന് വിചാരിച്ചു. പുള്ളിയുടെ കാറിൽ കയറിയ ഉടനെ പുള്ളി ഈ പത്രം എടുത്തു തന്നു. ജെയിംസ് ഏട്ടൻ എങ്ങനെ പോകുന്ന ജീവിതം എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നിനക്കറിയാലോ ഇങ്ങനെയാണ്, ഒരു കാര്യം ചെയ്യൂ, നാളെ തന്നെ ഈ പള്ളിയിലേക്ക് പോകും, ഉടമ്പടി എടുക്കും, ജെയിംസ് ഏട്ടൻ എല്ലാ കാര്യങ്ങളും ശരിയാവും. ഞാനത് ചിരിച്ച് തള്ളി. എന്നാലും ഞാൻ ആ പത്രം അവിടെ ഇരുന്ന് വായിച്ചു, ഒരു അരമണിക്കൂർ വായിച്ചു. ഞങ്ങൾ ആ പോകേണ്ട സ്ഥലത്ത് പോയിട്ട് ഞാൻ തിരിച്ചു വന്നു. പുള്ളി എനിക്ക് ഒരു 1000 രൂപ തന്ന് സഹായിച്ചു ഇവിടേക്ക് വരാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഞാൻ പിറ്റേ ദിവസം പിന്നെ ഞാൻ വെയിറ്റ് ചെയ്യായിരുന്നു. ഈ പത്രം വായിച്ചു കഴിയുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് വളരെ അത്ഭുതകരമായിട്ടുള്ള കാര്യങ്ങൾ, നമ്മൾ വിചാരിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങളാണ് നടക്കുന്നതെന്ന്. പിറ്റേ ദിവസം കാലത്ത് തന്നെ, അന്ന് രാത്രി എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല. കാലത്ത് തന്നെ ഞാനിവിടെ ബസ്സിന് വേണ്ടി കാത്തുനിന്നു. എനിക്ക് വണ്ടിയൊന്നുമില്ല, ബസ്സിന് വേണ്ടി കാത്തുനിന്നു. ബസ് കിട്ടിയതിന് ശേഷം ഞാനിവിടെ എത്തി. ഞാനിവിടെ പോയി ഒരു യാന്ത്രികമായി പോയി ഉടമ്പടി എടുത്തു. പലരോടും ചോദിച്ചു, പലരും എന്നെ സഹായിച്ചു എങ്ങനെയാണ് ഉടമ്പടി എടുക്കേണ്ടതെന്നുള്ള കാര്യങ്ങൾ. അങ്ങനെ വന്ന് ഞാൻ ഉടമ്പടി കഴിഞ്ഞതിന് ശേഷം ഇവിടെ വന്ന് നിന്ന് അമ്മയുടെ സ്വരൂപത്തിൻ്റെ മുമ്പിൽ നിന്ന് ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഓർമ്മയില്ല ഞാൻ എപ്പോഴാണ് ഇങ്ങനെ കരഞ്ഞിരിക്കുന്നതെന്ന്. ഒരു 1.5 മണിക്കൂർ നിന്ന് കരഞ്ഞിട്ടുണ്ടാവും. എന്നാൽ എന്ത് ചെയ്യണം, എനിക്ക് ഇവിടുന്ന് പോകണ്ട, ആ ഒരു ഫീലിംഗ് ആയിരുന്നു എനിക്ക്. അവസാനം ഞാൻ ഈവനിങ് ആയപ്പോൾ ഞാൻ പതിയെ നടന്ന് ഞാൻ വെളിയിലോട്ട് ഇറങ്ങി. ശരീരം മുഴുവൻ ഞാൻ പറഞ്ഞു, അമ്മ എനിക്ക് വേറെ ആരുമില്ല, അമ്മ ഈശോ തമ്പുരാനോട് മധ്യസ്ഥയായിരുന്നു, എനിക്ക് എന്തെങ്കിലും ചെയ്യണം, ഞാൻ എന്തൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചാലും ഒരു സക്സസ്സും വരുന്നില്ല. വീട്ടിലാണെങ്കിൽ ഭയങ്കര ഓരോ കാര്യത്തിനും വിഷമങ്ങളും ആരോഗ്യത്തിൻ്റെ പ്രശ്നങ്ങളും എല്ലാം. പൊതുവെ എൻ്റെ ശരീരം എല്ലാ ദിവസവും ഈ കാലത്ത് എണീക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ഭയങ്കരമായിട്ടുള്ള വേദനയായിരുന്നു. പക്ഷേ ഞാൻ ഇവിടുന്ന് പടി ഇറങ്ങിയ ശേഷം നമ്മളുടെ വിരൽ പൊട്ടുന്ന ആ സൗണ്ട് കേൾക്കുന്ന മാതിരി ശരീരമാകെ ഒരു കുളിര് ചൊരിയുന്നു. പിന്നെ എൻ്റെ ശരീരത്തിൽ നിന്ന് എന്തൊക്കെയോ പറന്നു പോകുന്ന മാതിരി ഒരു ഫീലിംഗ്. പിന്നെ എനിക്ക് എന്ന് പറയുന്ന ആ പെയിൻ ഇതുവരെയ്ക്കും വന്നിട്ടില്ല. 6 വർഷമായിട്ട് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള പെയിൻ എന്ന് പറഞ്ഞാൽ സഹിക്കാൻ വയ്യാത്ത പെയിനത്. എല്ലാ ജോയിൻറ്റ് പെയിനുകളും ഉണ്ടായിരുന്നിട്ട് ഞാനത് സഹിച്ചിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്തു പറഞ്ഞത്. പക്ഷേ ഇവിടുന്ന് ഇറങ്ങിയ ഉടനെ ആ പെയിൻ ഇല്ലാതെയായി. ഞാൻ വീട്ടിലെത്തിയ ഉടനെ വൈഫിനോട് പറഞ്ഞു, എനിക്കിങ്ങനെ ഒരു കാര്യം സംഭവിച്ചു എന്ന് പറഞ്ഞു. അന്ന് ഞാൻ രാത്രിയിൽ പ്രാർത്ഥന സ്റ്റാർട്ട് ചെയ്തു.
പ്രാർത്ഥന സ്റ്റാർട്ട് ചെയ്തിട്ട് പിറ്റേ ദിവസം തന്നെ പോയി പ്രാർത്ഥിച്ച് പത്രങ്ങളൊക്കെ കൊടുത്തു. എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ആ പുള്ളി തന്ന 1000 രൂപയിൽ ബാലൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ആൾക്കാർക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തു. എന്നിട്ട് ഞാൻ വീട്ടിലേക്ക് സന്തോഷമായിട്ട് തിരിച്ചു വന്നു. തിരിച്ചു വരുന്നതിൻ്റെ നടുവിൽ എനിക്ക് 2 SMS വരുന്നു. ഒരു SMS ഒരു വാട്സപ്പും വരുന്നു. നിങ്ങളുടെ പ്രൊജക്റ്റ് സക്സസ് ആയി, നിങ്ങൾ ബില്ല് ചെയ്തോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവരെ വിളിച്ചു പറഞ്ഞപ്പോൾ പറഞ്ഞു, നിങ്ങളെന്താ ഈ ഫുൾ പേയ്മെൻറ്റ് ബില്ല് ചെയ്തോളാൻ പറയുന്നത്? നമുക്ക് ട്രാൻസിയായിട്ട് കിട്ടുന്നതാണല്ലോ, പാർട്ട് ബൈ പാർട്ട്. ഇല്ലല്ല, അതെന്തോ മാനേജ്മെൻറ്റ് ഡിസിഷൻ എടുത്തു, നിങ്ങൾക്ക് ഫുൾ പേയ്മെൻറ്റ് നിങ്ങൾ ബില്ല് ചെയ്തോളൂ എന്ന്. അത് അവർ വളരെ എന്ന് പറയുന്ന ആ ഒരു സംഭവം ഞാനൊരു 500 രൂപയുടെ നോട്ട് ഫുള്ളായിട്ട് കണ്ടിട്ട് വർഷങ്ങളായിരുന്നു. അന്ന് ആ പേയ്മെൻറ്റിൻ്റെ കാര്യം പിന്നെ 3 ദിവസത്തിൻ്റെ ഉള്ളിൽ ആ പേയ്മെൻറ്റ് വരും ചെയ്തു എനിക്ക്. അങ്ങനെ മാതാവ് എനിക്ക് ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്തു, ഹെൽത്ത് വൈസ് സപ്പോർട്ട് ചെയ്തു. അതിൻ്റെ ഇടയ്ക്ക് വൈഫിന് തൊണ്ടയിൽ ഒരു മുഴമാരി വന്നു. ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയായിരുന്നു. അപ്പോൾ അവർ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. പക്ഷേ വൈഫ് പറഞ്ഞു, വേണ്ട, മാതാവിനോട് പ്രാർത്ഥിച്ച് ശരിയായിക്കോളും എന്ന് പറഞ്ഞു. അങ്ങനെ ഓയിൽ പുരട്ടി ഞങ്ങൾ 2 പേരും പ്രാർത്ഥിച്ച് 3-ാം ദിവസം ആ മുഴ എവിടെ പോയെന്ന് അറിയില്ല. തൈറോയിഡിൻ്റെ മുഴയായിരുന്നു. അതെവിടെ ഇതുവരെയ്ക്കും അവർക്ക് ആ പ്രശ്നം തിരിച്ചു വന്നിട്ടില്ല. പിന്നെ എൻ്റെ മോള് 2 പ്രാവശ്യം അറ്റംപ്റ്റ് ചെയ്ത് ലിംഗ്വിസ്റ്റിക് കമ്മ്യൂണിക്കേറ്റ് ഇംഗ്ലീഷിൽ. അവൾ പറഞ്ഞു, പപ്പ അത് പഠിക്കാൻ ഭയങ്കര പ്രയാസമാണ്, എനിക്കിത് ക്ലിയർ ചെയ്യണമെന്നുണ്ട്. അവൾ ജോലിയും ചെയ്യുന്നുണ്ട്. അവസാനം ഞാൻ പറഞ്ഞു, മോളെ, ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ട്, ഞാൻ താഴെ നിന്ന് പ്രാർത്ഥിക്കാൻ നിൻ്റെ കോളേജുണ്ട്, നീ മേലെ പോയി ധൈര്യമായിട്ട് എഴുത്, നീ പാസ്സാവും, നിനക്ക് വലിയ മാർക്ക് കിട്ടിയില്ലെങ്കിൽ ഈ പ്രാവശ്യം നീ പാസ്സാവും. അങ്ങനെ അവൾ പോയി എക്സാം ചെയ്തു. എക്സാം ചെയ്തിട്ട് അവൾ താഴെ വന്നിട്ട് എൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞു, പപ്പ, ഞാൻ എക്സാം എഴുതുമ്പോൾ മുല്ലപ്പൂവിൻ്റെ സ്മെല്ല് കിട്ടിയായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, അത് മാതാവായിരിക്കും മോളെ, ഞാൻ താഴെ ഇരുന്ന് പ്രാർത്ഥിക്കണ്ടായിരുന്നില്ലേ. അവൾക്കറിയില്ല ഈ മുല്ലപ്പൂവിൻ്റെ കാര്യം, ഒന്നും അറിയില്ല. അവൾ എൻ്റെ അടുത്ത് വന്ന് പറയുന്നതാണ് മുല്ലപ്പൂവിൻ്റെ. ഞാൻ പറഞ്ഞു, ഈ എക്സാമിൽ നീ പാസ്സാവും. അങ്ങനെ അവൾ വലിയ മാർക്കില്ല, പക്ഷേ അവൾ പാസ്സായി. ഇപ്പോൾ ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്യുന്ന ഒരു US കമ്പനിയിൽ 1 വർഷമായിട്ട് ജോലി ചെയ്യുന്നു ഗുഡ്ഗാവിൽ. പിന്നെ പ്രത്യേകിച്ച് ഞാൻ പത്രങ്ങൾ എല്ലാ പ്രാവശ്യവും ഇവിടെ വന്ന് പത്രം എടുത്ത് ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ്, വഴിയോരത്തിൽ വെച്ചിട്ടാണ് കൊടുക്കുന്നത്. അത് ക്രൈസ്തവരായാലോ അക്രൈസ്തവരായാലോ ഞാൻ നോക്കാറില്ല. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരുടെ കുടുംബങ്ങൾക്ക് മാതാവിൻ്റെയും തിരുകുമാരൻ്റെയും അനുഗ്രഹങ്ങൾ കിട്ടണേ കർത്താവെന്ന് പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് കൊടുക്കുന്നത്. പിന്നെ എൻ്റേതായിട്ടുള്ള പല മുടക്കങ്ങളും വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അമ്മോട് ക്ഷമ ചോദിക്കുന്നു ഇവിടെ വെച്ചിട്ട്. ഞാൻ ഉടമ്പടിയിൽ ഞാനിപ്പോൾ ഒരു 1.5 മാസമായിട്ട് എല്ലാ ദിവസവും മുടങ്ങാതെ ഭാര്യയായിട്ട് പോയി എന്താ പറയുക, കുർബാന കാണാറുണ്ട്. ഞാൻ ആഴ്ചയിൽ ഇപ്പോൾ കുമ്പസാരിക്കാൻ തുടങ്ങി. പിന്നെ എല്ലാ കാര്യങ്ങളും പിന്നെ എൻ്റെ ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം സ്റ്റാർട്ട് ചെയ്ത് ഞാൻ പട്ടിണി കിടന്ന് ഓരോ ദിവസം ഞങ്ങൾ ഈ ചോറിൽ ഉപ്പും അച്ചാറും മിക്സ് ചെയ്ത് കഴിക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അപ്പോൾ ഞാനൊരു തീരുമാനം എടുത്തു, ഉടമ്പടി എടുത്തതിന് ശേഷം, എന്ന് എനിക്ക് ഏത് ഇൻകം കിട്ടിയാലും അതിൻ്റെ 0.5 കർത്താവിലേക്ക് കൊടുത്തതിന് ശേഷം ഞാൻ ആ കാശ് തൊടുള്ളൂ. അത് ഇതുവരെയ്ക്കും ഞാൻ പാലിച്ചിട്ടുണ്ട്. വൃതമന്ദിരത്തിൽ പോയി ഞാൻ അവർക്കുള്ള ആവശ്യങ്ങളുള്ള സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കും. എൻ്റെ ഞാൻ ഒരു പ്രൊജക്റ്റ് കൺസൾട്ടൻ്റ് ആയതുകൊണ്ട് എനിക്ക് ഇന്ന സമയത്ത് കാശ് കിട്ടുന്നില്ല, പക്ഷെ കാശ് കിട്ടിയ ഉടനെ അത് കൊണ്ടുപോയി അത് ഞങ്ങളൊരു ശീലമാക്കി മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ എല്ലാ അനുഗ്രഹങ്ങൾക്കും ദേവകുമാരനും അമ്മ മാതാവിനും നന്ദി പറയുന്നു. എൻ്റെ കുടുംബത്തോടും ഇത്രയും കാരുണ്യം കാണിച്ച അമ്മയ്ക്ക് പ്രത്യേകം നന്ദി പറയുന്നു. ആമേൻ. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 2-ാം അധ്യായം 28-ാം തിരുവചനം. ജീവൻ്റെ വഴികൾ അവിടുന്ന് എനിക്ക് കാണിച്ചു തന്നു, തൻ്റെ സാന്നിധ്യത്താൽ അവിടുന്ന് എന്നെ സന്തോഷഭരിതനാക്കും. ഉടമ്പടി ഒരു ഉടൻ പരിഹാരമാണ് എന്നുള്ളതിൻ്റെ വലിയ ഒരു ബോധ്യത്തിലേക്ക് ജെയിംസ് എന്ന സഹോദരൻ കുടുംബത്തോടൊപ്പം വന്ന് ഈ പ്രത്യക്ഷീകരണ സാക്ഷ്യം ഏറ്റുപറയുമ്പോൾ നമുക്കും വിശ്വസിക്കാവുന്നതിലപ്പുറം നമ്മെ വിസ്മയിപ്പിക്കുന്ന കാര്യങ്ങളാണ് അദ്ദേഹം ഇപ്പോഴിവിടെ ഏറ്റുപറഞ്ഞത്. ജെയിംസ് എന്ന ഈ സഹോദരനെ
ഉടൻ പരിഹാരം നൽകിയ പരിശുദ്ധ അമ്മയുടെ ഇടപെടലിലൂടെ ഈശോ അവരുടെ കുടുംബത്തിൽ പ്രവർത്തിച്ച അത്ഭുതങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം ഇവിടെ ഏറ്റുപറഞ്ഞുകൊണ്ടിരുന്നത്. നമുക്കറിയാവുന്നതുപോലെ കർത്താവ് നമ്മെ തൊട്ടാൽ അടുത്ത പടി നമുക്കുള്ള നമ്മുടെ വലിയ ഒരു ബോധ്യം എനിക്ക് ഈശോയെ തൊടണം എന്നുള്ള ഒരു വലിയ ആഗ്രഹമാണ്. അദ്ദേഹം ജെയിംസ് ഇന്നത് നിവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പറയുകയുണ്ടായി, ഞാൻ 7 വർഷത്തോളം വളരെ ശരീരവേദനയും അതുപോലെ തന്നെ വലിയ ഒരു കടഭാരവും പേറി നടന്നിരുന്ന വ്യക്തിയാണ്. ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ വന്ന അന്ന് തന്നെ പരിശുദ്ധ അമ്മയെ നോക്കിക്കൊണ്ട് അദ്ദേഹം പൊട്ടിക്കരഞ്ഞ ഒരു അനുഭവത്തെക്കുറിച്ച് അദ്ദേഹം പറയുകയുണ്ടായി. എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാത്തവരാരും തന്നെ എൻ്റെ അടുത്തേക്ക് വരുന്നില്ല എന്ന് ഈശോ പറയുന്നുണ്ട്. ഈശോ തിരഞ്ഞെടുക്കുന്നവർ, തനിക്കിഷ്ടമുള്ളവരെയാണ് ഈശോ മലമുകളിൽ കയറി പേര് ചൊല്ലി വിളിച്ചത്. നാം ഇവിടേക്ക് വരുന്നത് എപ്പോഴും നമ്മുടെ തന്നെ ഇനീഷ്യേറ്റീവിൽ അതിനേക്കാളധികം പരിശുദ്ധ അമ്മ നമ്മെ തേടിപ്പിടിച്ച് ഈശോയിലേക്ക് അടുപ്പിക്കുന്ന ഒരു വലിയ സംഭവമാണ് കൃപാസനം ഉടമ്പടി പ്രാർത്ഥനാ പദ്ധതിയിൽ നടക്കുന്നത്. ദൈവത്തിൻ്റെ അസസ്മെൻ്റ് ഒരു വിഷയാധിഷ്ഠിതമാണെങ്കിൽ നമുക്കറിയാം അത് ആ വ്യക്തി എപ്പോഴും എൻ്റെ വിഷയത്തിൽ അല്ലെങ്കിൽ എൻ്റെ കാര്യങ്ങളുടെ എല്ലാം നടപ്പിനെക്കുറിച്ചായിരിക്കും അവർ അധികം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സഹോദരന് പറയാനുള്ളത്, ഞാൻ ദൈവത്തെ അന്വേഷിച്ചു തുടങ്ങി. എൻ്റെ വിശന്ന അവസ്ഥയിലെല്ലാം ഞാനിപ്പോൾ വിശക്കുന്നവരെ കാണുമ്പോൾ എൻ്റെ വിശന്ന അവസ്ഥയിലെല്ലാം ഞാൻ ഈശോയെ ദർശിച്ചുകൊണ്ട് എനിക്ക് കിട്ടുന്ന പ്രോജക്റ്റിലെ എൻ്റെ ദശാംശം ഞാൻ കൃത്യമായി വിശക്കുന്നവർക്ക് ആഹാരം കൊടുക്കാനായി ഞാൻ ഉപയോഗിക്കുന്നു. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പോലെ ഇതൊരു ചൊല്ലുന്ന പ്രാർത്ഥനയല്ല, ഇതൊരു ചെയ്യുന്ന പ്രാർത്ഥനാ പ്രവൃത്തിയാണ്. എപ്പോഴെല്ലാം ഈശോയ്ക്ക് വിശന്നുവോ, ഈശോയ്ക്ക് ദാഹിച്ചുവോ, ഈശോയെ നഗ്നനായി കണ്ടു, അവിടെയെല്ലാം ഞാൻ ഈശോയെ ചെന്ന് കണ്ട് ഈശോയ്ക്ക് ഭക്ഷണവും വെള്ളവും കൊടുത്ത ജീവിതാനുഭവങ്ങൾ നമ്മളിലേക്ക് കടന്നു വരുമ്പോഴാണ് മറ്റുള്ളവരോട് പ്രേക്ഷിത പ്രവർത്തനത്തിലൂടെ ഈശോയെയാണ് ഞാൻ അനുഭവിച്ചത് എന്ന് നമുക്ക് പറയാനാവുക. മനുഷ്യപുത്രൻ ആരാണെന്നാണ് ജനങ്ങൾ പറയുന്നതെന്ന് നമ്മോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പത്രോസ് പറയുന്ന ഒരു ഉത്തരമുണ്ട്, നിങ്ങൾ പറയുന്നത് എന്താണ്? ഇന്ന് ജെയിംസിന് ഈശോ എനിക്ക് ആരാണ്, പരിശുദ്ധ അമ്മ എൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു എന്ന് അദ്ദേഹത്തിന് വളരെ കൃത്യമായിട്ട് പറയാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം പറയുകയുണ്ടായി, വൈഫിൻ്റെ തൊണ്ടയിലുണ്ടായിരുന്ന ഒരു മുഴ അവരെ വളരെയധികം അസ്വസ്ഥപ്പെടുത്തിയിരുന്നു. ഇവിടെ നിന്ന് ലഭിച്ച നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് അത് അപ്രത്യക്ഷമാവുകയും അവർക്ക് വലിയ ഒരു ഹീലിംഗ് നൽകുകയും ഉണ്ടായി എന്ന് ഏറ്റുപറയുന്നു. അതുപോലെ തന്നെ കൃത്യമായി മകളുടെ പരീക്ഷാ സമയങ്ങളിലും മകൾക്ക് പരിശുദ്ധ അമ്മയുടെ സാമീപ്യത്തിൻ്റെ ഒരു വലിയ അനുഭവം ആ മകൾക്കുണ്ടായി. അപ്പൻ കൊടുത്ത ഒരു ഉറപ്പായിരുന്നു അത്, ഞാൻ താഴെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിനക്കുള്ള ആവശ്യമായ കാര്യങ്ങളെല്ലാം പരിശുദ്ധ അമ്മ പരിശുദ്ധാത്മാവിലൂടെ നിനക്ക് നൽകും, ഈശോയുടെ കൃപ നിനക്കുണ്ടാകും. അങ്ങനെ കൃപയിലൂടെ സഞ്ചരിക്കാൻ ഈ കുടുംബത്തെ ഇന്ന് പരിശുദ്ധ അമ്മ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പറയുകയുണ്ടായി, ഞാൻ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും പോയി ഞാൻ കുമ്പസാരിക്കുന്ന ഒരു ജീവിത രീതിയിലേക്ക് എനിക്ക് കടന്നു വരാൻ സാധിച്ചു. ഈശോയെ എപ്പോഴെങ്കിലും വേദനിപ്പിച്ചു അല്ലെങ്കിൽ ഈശോയിൽ നിന്ന് എപ്പോഴെങ്കിലും ഞാൻ അകന്നുപോയി എന്ന് തോന്നിയാൽ ഞാൻ ഉടനെ കുമ്പസാരിക്കുന്ന ഒരു സ്വഭാവ വിശേഷത്തിലേക്ക് ഞാൻ കടന്നു വന്നു. അങ്ങനെ ഉടമ്പടി നമ്മെ വഴിമാറ്റി നമ്മെ കൊണ്ടുപോയി നിത്യതയിലേക്ക് എത്തിക്കുന്ന ഒരു വലിയ അനുഭവം ഇന്ന് ഈ ജെയിംസ് എന്ന ഈ സഹോദരന് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം ഒന്നായിരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. നിത്യതയാണ് ഈശോ നമുക്ക് നൽകിയിരിക്കുന്ന ഇറ്റേണൽ കവനൻ്റ്. അവിടേക്ക് നമുക്ക് നടക്കാനായിട്ട് പരിശ്രമിക്കാം. ജെയിംസിനും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും എൻ്റെ മുമ്പിൽ എന്നെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കിയതിൽ അമ്മ മാതാവിനും തിരുഗോപാലിനും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. എൻ്റെ പേര് അഞ്ജു ജിജോ, ഞാൻ ആരക്കുഴയിൽ നിന്നാണ് വരുന്നത്. ഇതെൻ്റെ ഹസ്ബൻഡ് ജിജോ, എൻ്റെ 2 മക്കൾ. ഞാൻ ഉടമ്പടി എടുത്തത് 2023 സെപ്റ്റംബറിലാണ്. എൻ്റെ 4 സാക്ഷ്യം പറയാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. ആദ്യമായിട്ട് എൻ്റെ വീട് ഞങ്ങൾ 28 വർഷമായി അവിടെ താമസിക്കുന്നു. അതിൻ്റെ ആധാരം ഞങ്ങളുടെ പേരിലേട്ട് പഞ്ചായത്തിൽ നിന്നാക്കി കിട്ടിയിട്ടില്ലായിരുന്നു. 3 മാസത്തിനുള്ളിൽ ഉടമ്പടി എടുത്ത 3 മാസത്തിനുള്ളിൽ ഞങ്ങൾക്കത് സാധിച്ചു കിട്ടി. അപ്പോൾ ഒരുപാട് പൈസ മുടക്കുണ്ടാവും, ഒരുപാട് കയറി ഇറങ്ങേണ്ടി വരുമെന്നൊക്കെയാണ് ഞങ്ങൾ വിചാരിച്ചത്. പക്ഷെ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഞങ്ങളുടെ ഒരു കസിൻ ചേട്ടൻ തന്നെ മാതാവിൻ്റെ രൂപത്തിൽ വന്നു എന്ന് തന്നെ പറയാം. ചേട്ടൻ വന്നു, അമ്മ പറഞ്ഞു പെട്ടെന്ന് തന്നെ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് ചേട്ടൻ പോയി. ഒട്ടും താമസമില്ലാതെ വെറും 35 രൂപയെ ഞങ്ങൾക്ക് കൊടുക്കേണ്ടി വന്നുള്ളൂ. ആധാരം ഞങ്ങളുടെ പേരിലോട്ടാക്കി കിട്ടി.
പിന്നെ എൻ്റെ ഹസ്ബൻഡ് വണ്ടിയിൽ നിന്ന് ബൈക്കിൽ നിന്ന് ഒന്ന് വീണായിരുന്നു. വീണ് ഇടത് സൈഡിൽ ഒരു ഇഞ്ചുറി പറ്റി. അപ്പോൾ ഒരു സ്ട്രാപ്പിംഗ് ഒക്കെ ചെയ്തേക്കുമായിരുന്നു. പിന്നെ കൈ സ്ട്രാപ്പിംഗ് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാകുമെന്ന് ഡോക്ടർ പറഞ്ഞു. അതുകൊണ്ട് ഒരാഴ്ച റെസ്റ്റ് എടുത്തിട്ട് പോയി. ഒരാഴ്ച കഴിഞ്ഞ് ഞങ്ങൾ പോയിട്ടും സ്ട്രാപ്പിംഗ് ഊരിയെങ്കിലും ഹസ്ബൻഡിനെ കൈ പൊക്കാനോ അതിൽ നിന്ന് ഭാരം എടുക്കാനോ ഒന്നും പറ്റുന്നില്ലായിരുന്നു. എന്നിട്ട് ഞങ്ങൾ പിന്നെ ഡോക്ടറെ അടുത്ത് പോയി, ഒട്ടും കുറവില്ലെന്ന് പറഞ്ഞു. അപ്പോൾ സാറ് പറഞ്ഞു രണ്ടാഴ്ച നന്നായിട്ട് റെസ്റ്റ് എടുക്കുക, അപ്പോൾ ഇത് കുറഞ്ഞോളൂ, ശരിയായിക്കോളൂ എന്ന് പറഞ്ഞു. പിന്നെ ഹസ്ബൻഡ് പെയിൻറ്റിങ്ങിൻ്റെ വർക്കാണ്. അപ്പോൾ വർക്കിന് പോകാതിരുന്നാലും അത് ബുദ്ധിമുട്ടാവുമല്ലോ. അപ്പോൾ ഞങ്ങൾ ആകെ വിഷമത്തിലായി. അപ്പോൾ ഡോക്ടർ ഇങ്ങനെ ഓരോ ദിവസവും ചെറിയതോറും ഇങ്ങനെ ഇത്രയും ദിവസം റെസ്റ്റ് എടുക്കുക, ഇങ്ങനെ റെസ്റ്റ് എടുക്കുക, മാറിക്കോളും എന്ന് പറയുമ്പോൾ ആകെ വിഷമമായി തുടങ്ങി. പിന്നെ ഞാൻ ഡെയിലി ബ്രെഡിൽ മാതാവിനെ ഹസ്ബൻഡിനെ കാഴ്ചവെച്ച് ഡെയിലി ബ്രെഡ് പ്രാർത്ഥന കഴിഞ്ഞിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി ഹസ്ബൻഡിൻ്റെ കയ്യിൽ അത് പരട്ടി കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ 2 ആഴ്ചയ്ക്കുള്ളിൽ പൂർണ്ണ സൗഖ്യം കിട്ടി. ഹസ്ബൻഡ് പോലും അറിഞ്ഞില്ല, അത് പെട്ടെന്ന് തന്നെ അത് മാറിക്കിട്ടി. പിന്നെ അടുത്തായിട്ട് എൻ്റെ ഹോസ്പിറ്റലിൽ NABHൻ്റെ ഇൻസ്പെക്ഷൻ വന്നു. ഞാനൊരു നേഴ്സാണ്. ഇൻസ്പെക്ഷൻ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സ്ട്രെസ്സായിരുന്നു. ഹോസ്പിറ്റലിൽ നിന്ന് അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, നിങ്ങൾ നന്നായിട്ട് ചെയ്താലേ ഇത് ശരിയാവുള്ളൂ എന്നൊക്കെ പറഞ്ഞ നേഴ്സസിന് തന്നെയായിരുന്നു അവർ ഫോക്കസ് ചെയ്ത് എന്നും വഴക്കും ബഹളമായിരുന്നു. അപ്പം ഞാൻ എന്നും ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. ഡ്യൂട്ടിക്ക് പോകാൻ തന്നെ പേടിയായിരുന്നു. ഇവരിങ്ങനെ ഭയങ്കരമായിട്ട് വഴക്ക് കുറച്ചിലും ഒക്കെ ആയിരുന്നു. പിന്നെ അങ്ങനെ ഇൻസ്പെക്ഷൻ വന്നപ്പോഴും നിങ്ങൾ നന്നായിട്ട് ചെയ്താലേ അത് ശരിയാവുള്ളൂ, എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞു വിടും എന്നൊക്കെ പറഞ്ഞ് ആകെ സ്ട്രെസ്സായിരുന്നു. അത് കഴിഞ്ഞ് ഞാനെന്താ NABHൻ്റെ ഇൻസ്പെക്ഷൻ്റെ ദിവസം തന്നെ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിൽ ഞാൻ ആരും ചവിട്ടാത്ത സ്ഥലത്ത് ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. മാതാവേ, ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു മിസ്റ്റേക്കും വരരുത്. പിന്നെ സിസ്റ്റർമാരാണെങ്കിലും, ഞാൻ സിസ്റ്റേഴ്സിൻ്റെ ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യണേ. അപ്പോൾ സിസ്റ്റർമാരാണെങ്കിലും ഒരുപാട് പൈസയൊക്കെ മുടക്കിയാണ് ഇൻസ്പെക്ഷൻ വരുത്തിയേക്കണേ. അപ്പോൾ നമുക്ക് ഈ ഒരു ഇൻസ്പെക്ഷൻ അത് നമ്മൾ പാസ്സായിട്ടില്ലെങ്കിൽ പിന്നെ ഹോസ്പിറ്റലിൻ്റെ അംഗീകാരം പോവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു, മാതാവേ ഇത് കിട്ടണം, നമ്മുടെ വേറെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാത്ത രീതിയിൽ നേഴ്സസിൻ്റെ ഭാഗത്തുനിന്ന് പ്രത്യേകം ഒരു ഫോൾട്ടും അവർ കണ്ടുപിടിക്കരുത്, ഞങ്ങൾ നന്നായിട്ട് തന്നെ ചെയ്യണമെന്ന് പറയണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഞങ്ങളുടെ വാർഡിലൊക്കെ ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. പിന്നെ അവർ ഇൻസ്പെക്ഷന് വന്നപ്പോഴായാലും ഉടുമ്പടി കാശുരൂപം ഞാൻ എൻ്റെ കയ്യിൽ വെച്ച് പ്രാർത്ഥിച്ചു. അവർ ഭയങ്കര 3-4 പേരൊക്കെ ഭയങ്കര ഇതിലാണ് വന്നത്, കണ്ടാൽ തന്നെ പേടിയാവുമായിരുന്നു. പക്ഷേ അവർ വന്ന് അവിടെ ഇരുന്നു, ഞങ്ങളെ നോക്കി ചിരിച്ചുകൊണ്ട് തന്നെയാണ് അവർ ഓരോ ക്വസ്റ്റ്യൻസ് ചോദിച്ചത്. അപ്പോൾ ഞങ്ങൾക്ക് നന്നായിട്ട് തന്നെ അതിനെല്ലാം ആൻസർ പറയാൻ പറ്റി. അതുപോലെ തന്നെ എല്ലാ വാർഡിലായാലും അവർ പോയപ്പോഴും വേറെ ഒന്നും പറഞ്ഞില്ല. ലാസ്റ്റ് ഇത് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇവിടെ എല്ലാം ബെറ്ററായിട്ട് തന്നെയാണ്, എസ്പെഷ്യലി നിങ്ങൾ നേഴ്സുമാർ നന്നായിട്ട് എഫിഷ്യൻറ്റ് നേഴ്സുമാരാണ് എന്ന് പറഞ്ഞു. ഞാനത് ഉറച്ച് വിശ്വസിക്കുകയാണ്. എൻ്റെ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് അങ്ങനെ പറഞ്ഞത്. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫോൾട്ട് ആരെങ്കിലും പറയും, പക്ഷേ ഇത് മാതാവ് ശരിക്കും അനുഗ്രഹിച്ചത് തന്നെയായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഞാൻ കാരുണ്യ പ്രവൃത്തികൾ പത്രം മേടിച്ച്, ഞാൻ കൃപാസനം പത്രം മേടിച്ച് എല്ലാവർക്കും കൊടുക്കും. പിന്നെ കാരുണ്യ പ്രവൃത്തികൾ ഞങ്ങൾ അനാഥാലയത്തിൽ ഫുഡ് കൊടുക്കും. പിന്നെ എനിക്കൊരു ചൈൽഡ് ഹെൽപ്പ് ലൈനിൻ്റെ വാട്സപ്പ് ഉണ്ട്. അപ്പോൾ അവർക്ക് ഞാൻ പൈസ ഇട്ട് കൊടുക്കാറുണ്ട് എല്ലാ ആഴ്ചയിലും. അഥവാ ഇനി അവർ ഇടയ്ക്ക് തന്നെ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ തന്നെ വാട്സപ്പിൽ മെസ്സേജ് അയക്കും, മേഡം എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാമോ എന്ന് ചോദിച്ച്. അപ്പോൾ തന്നെ ഞാൻ എനിക്കില്ലെങ്കിൽ പോലും എങ്ങനെയായാലും ഞാൻ പൈസ അറേഞ്ച് ചെയ്തത് കൊടുക്കാറുണ്ട്. പിന്നെ എൻ്റെ ഹോസ്പിറ്റലിൽ വരുന്ന അപ്പച്ചനും അമ്മച്ചിമാരൊക്കെ തന്നെയാണ് തന്നെ അവർക്ക് ഫുഡൊന്നും മേടിക്കാനൊന്നും ആളില്ലെങ്കിൽ ഞാനത് മേടിച്ചു കൊടുക്കാറുണ്ട്. വീട്ടിൽ നിന്നായാലും ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ട് പോയി കൊടുക്കാറുണ്ട്. എൻ്റെ ആത്മീയ ജീവിതത്തിൽ എനിക്ക് ദൈവത്തിനോട് ഒത്തിരി ചേർന്ന് നിൽക്കാനുള്ള മാതാവ് എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എപ്പോഴും ഇപ്പം ഞാൻ വണ്ടി ഓടിച്ച് പോകുമ്പോഴായാലും എനിക്ക് 2 വീലർ ഉണ്ട്, അങ്ങനെയാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ ചിലപ്പോൾ ഞാൻ ലേറ്റായിട്ടാണ് പോകണമെങ്കിൽ ഞാൻ ഇച്ചിരി സ്പീഡ് കൂട്ടി പോകും. അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചോളൂ, മാതാവി വലിയ ബ്ലോക്കൊന്നും ഉണ്ടാവില്ല, എനിക്ക് വേഗം കറക്റ്റ് സമയത്ത് എത്തണം എന്ന് കൊടുക്കും. അപ്പം ശരിക്കും മാതാവ് മാറ്റി വിട്ട പോലെ വണ്ടികളൊന്നും ഉണ്ടാവില്ല, പെട്ടെന്ന് എനിക്ക് ചെല്ലാനായിട്ട് സാധിക്കും. ഞാൻ ഒരു ദിവസം ഇങ്ങനെ എല്ലാവരും സാക്ഷ്യം പറയണ കേൾക്കുമ്പോൾ മാതാവിനെ സ്വപ്നം കണ്ടു എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ഇങ്ങനെ പറയണ കേൾക്കുമ്പോൾ ഞാൻ ഓർക്കും, എനിക്കും മാതാവിനെ ഒന്നും സ്വപ്നം കാണാൻ പറ്റുന്നില്ലല്ലോ, മഴവില്ലൊക്കെ കണ്ടു എന്ന് ഓർക്കുമ്പോൾ ഞാൻ ഓർക്കും. അങ്ങനെ ഒരു ദിവസം ഒരു 5:20 മാതാവ് ഇങ്ങനെ ഒരു നീലയും പച്ചയും നിറത്തിലുള്ള മഴവില്ല രീതിയിൽ ഇങ്ങനെ നിന്നിട്ട് ഒരു മിന്നണ പോലെ ഇങ്ങനെ കുറേ ഇങ്ങനെ മിന്നി വന്നു. എന്നിട്ട് ഇങ്ങനെ മാതാവിൻ്റെ രൂപം ഇങ്ങനെ തെളിഞ്ഞു വന്നു. അപ്പോൾ ആ മാതാവിനെ ഞാൻ ഒരിടത്തും കണ്ടിട്ടില്ലായിരുന്നു. മാതാവ് നല്ല ചിരിച്ചുകൊണ്ട് എന്നെ നോക്കി നിൽക്കുന്ന പോലെ എനിക്ക് തോന്നി. ഞാൻ പെട്ടെന്ന് കണ്ണു തുറന്ന് നോക്കി. അപ്പോൾ കറക്റ്റ് 5:25 സമയം. നമ്മുടെ ഡെയിലി ബ്രെഡ് തുടങ്ങുന്ന സമയമായിരുന്നു.
ഞാൻ വേഗം മാതാവിനോട് പ്രാർത്ഥിച്ചു, ഇത് കൃപാസനത്തിലുള്ള മാതാവല്ലല്ലോ, ഇത് ഏത് മാതാവായിരിക്കും ഇങ്ങനെ വന്നതെന്ന് ഞാൻ ഓർത്തു നോക്കി. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഒരു മാസം ഞാൻ ഇവിടെ വന്നില്ലായിരുന്നു. അപ്പോൾ ഫ്രണ്ടിലിരിക്കണ മാതാവിൻ്റെ രൂപം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലായിരുന്നു. എന്നിട്ട് ഞാൻ പിന്നെ അടുത്ത മാസം വന്നു കഴിഞ്ഞപ്പോഴാണ് ആ ഫ്രണ്ടിൽ പുതിയതായിട്ട് ഉണ്ടാക്കി വെച്ച മാതാവിനെയാണ് ഞാൻ കണ്ടത്. അതേ രൂപം തന്നെയാണ് ഞാൻ കണ്ടത്. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ അന്ന് വരാത്തതുകൊണ്ട് മാതാവ് എൻ്റെ അടുത്തേക്ക് വന്നതാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഈ ഉടമ്പടിയിലായിരിക്കുമ്പോൾ എനിക്ക് ഇത്രയും അനുഗ്രഹം തന്ന മാതാവിന് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. എനിക്ക് പറ്റുന്ന കാലത്തോളം ഞാൻ ഈ എല്ലാ മാസവും ഇവിടെ വന്ന് പത്രം കൊടുക്കാനും മാതാവിൻ്റെ അടുത്ത് വരാനും ഞാൻ പറ്റുന്ന പോലെ ഞാൻ ശ്രമിക്കും. എനിക്കിപ്പോൾ എല്ലാ മാസവും വന്നില്ലെങ്കിൽ എനിക്കൊരു വിഷമമാണ്. ഒരു മാസം വരാതിരുന്നാൽ തന്നെ എനിക്ക് വിഷമമാണ്. അതുകൊണ്ട് എല്ലാ മാസവും ഞാൻ എങ്ങനെയായാലും ഞാൻ വന്ന് മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചിട്ടാണ് പോവാറുള്ളൂ. പിന്നെ നമ്മൾ ഉടമ്പടിയിലായിരിക്കുമ്പോൾ മാതാവ് എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവും. എല്ലാവരുടെയും കൂടെ മാതാവ് വരും. നമ്മൾ തനിച്ചല്ല എന്നൊരു ബോധം നമുക്കുണ്ടാവും. പിന്നെ ഒരിക്കലും തെറ്റുകളിലേക്കൊന്നും മാതാവ് വരുത്തിക്കില്ല. നമ്മളിപ്പോൾ എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ, ഇപ്പം പെട്ടെന്ന് ദേഷ്യപ്പെട്ടാൽ തന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിലുണ്ടാവും, അയ്യോ മാതാവിന് അത് വിഷമാവുമല്ലോ, അപ്പം സോറി പറയണമെന്ന്. എനിക്കങ്ങനെ വന്നിട്ടുണ്ട്. ഞാനിങ്ങനെ കൂട്ടുകാരോടൊക്കെ ദേഷ്യപ്പെടും പെട്ടെന്ന്. ഞാനൊരു സീനിയർ സ്റ്റാഫാണ്. അപ്പോൾ പിള്ളേർ എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വഴക്ക് പറയും. അത് കഴിഞ്ഞാൽ ഞാൻ ഓർക്കും, ദൈവമേ അവർക്ക് അറിയില്ലാത്തതുകൊണ്ടാലോ എന്ന് ഞാൻ സോറി ഇട്ടോടിന്ന് ഞാൻ ചെന്ന് പറയും. അപ്പം എനിക്ക് ഇത്രയും അനുഗ്രഹം നൽകിയ ഈശോയ്ക്കും മാതാവിന് ഞാൻ 1000 നന്ദി പറയുന്നു. 147 സങ്കീർത്തനം 13-14 തിരുവചനങ്ങൾ. നിങ്ങളുടെ കവാടങ്ങളുടെ ഓടാമ്പലുകൾ അവിടുന്ന് ബലപ്പെടുത്തുന്നു. നിന്റെ കോട്ടയ്ക്കുള്ളിലുള്ള മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കുന്നു. അവിടുന്ന് നിന്റെ അതിർത്തികളിൽ സമാധാനം സ്ഥാപിക്കുന്നു. അവിടുന്ന് വിശിഷ്ടമായ ഗോതമ്പ് കൊണ്ട് നിന്നെ തൃപ്തയാക്കുന്നു. അഞ്ജു ജിജോ എന്ന ഈ മകളുടെ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട അൾത്താരയിൽ ഇപ്പോൾ ഇവരേറ്റു പറഞ്ഞത്. നമുക്കറിയാം, ഉടമ്പടി ഒരു ഉടൻ പരിഹാരം നൽകുന്ന പ്രാർത്ഥനാ പദ്ധതിയാണ്. പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട് ജോസഫ് അച്ഛനോട് സന്ദേശം കൈമാറിയത് ദുരന്തമുണ്ടാകാൻ പോകുന്നു, പ്രാർത്ഥിക്കുക എന്നാണ്. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ ദുരന്തങ്ങൾക്കും പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടപ്പോൾ നെഞ്ചിലൊരു സമയഘടികാരമായിട്ടാണ് അമ്മ പ്രത്യക്ഷപ്പെട്ടത്. അതിൻ്റെ അർത്ഥം തന്നെ എനിക്ക് സമയത്തിന് മേൽ അധികാരമുണ്ടെന്നാണ്. അഞ്ജു പറയുകയായിരുന്നു, 15 വർഷമായി അവരുടെ വീടിൻ്റെ ഒരു പോക്കുവരവ് പ്രമാണം അവർക്ക് ലഭിക്കാതെ വളരെയധികം ഓഫീസുകൾ കയറിയിറങ്ങിയിട്ടും സാധിക്കാതെ ഇരുന്ന ഒരു വലിയ അസാധ്യമായ ഒരു കാര്യമായിരുന്നു. നമുക്കറിയാവുന്നതുപോലെ ഈ നിബന്ധനകൾ ഒന്ന് തന്നെ പരിശുദ്ധ അമ്മ നമുക്ക് നൽകിയിട്ടുള്ള ഒരു വലിയ അനുഗ്രഹമാണ്. നിങ്ങളുടെ യോഗ്യതയിൽ നിങ്ങൾക്കെല്ലാം ഉണ്ടെങ്കിൽ തന്നെയാണ് നിങ്ങളുടെ യോഗ്യത എപ്പോഴാണ് 0 ആകുന്നത്, അപ്പോഴാണ് എൻ്റെ മകൻ്റെ കൃപ നിങ്ങളിലേക്ക് ഒഴുകുന്നത് എന്ന് പരിശുദ്ധ അമ്മ വളരെ കൃത്യമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ആ വീടിൻ്റെ പോക്കുവരവ് പ്രമാണം വളരെ പെട്ടെന്നായിരുന്നു അവർക്ക് പ്രാപിച്ചു കിട്ടിയത്. ഇവിടെ ഒന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു പോയപ്പോൾ അവിടെ ഏതെല്ലാം ഓഫീസുകളിൽ കയറിയിറങ്ങിയോ അവിടെയെല്ലാം ഉള്ള ഓഫീസേഴ്സിനെയും ജീവനക്കാരെയും പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ. പരിശുദ്ധ അമ്മ തന്നെ അവരോടുകൂടെ കൂടി ചെന്ന് അവരുടെ നേർച്ച വസ്തുക്കളുടെ ഉപയോഗം കൃത്യമായി അവരുടെ കാശുരൂപം എപ്പോഴും കൈപിടിച്ചുകൊണ്ടാണ് പരിശുദ്ധ അമ്മയോടുകൂടെയാണ് അവർ എപ്പോഴും ഓഫീസുകളിലേക്ക് കയറിയിറങ്ങിയിരുന്നത്. അവർക്ക് വളരെ പെട്ടെന്ന് ആ പ്രമാണം കയ്യിൽ ഏറ്റെടുക്കാനുള്ള കൃപ അവർക്കുണ്ടായി എന്ന് ഏറ്റു പറയുന്നു. അതുപോലെ തന്നെ ജിജോ ഹസ്ബൻഡിനെ ഒരു വലിയ വീഴ്ചയിലൂടെ കൈ പൊങ്ങാത്ത ഒരവസ്ഥ, എത്ര തന്നെ ട്രീറ്റ് ചെയ്തിട്ടും ഡോക്ടേഴ്സ് വീണ്ടും വീണ്ടും നീട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. റെസ്റ്റ് ചെയ്യുക, അടുത്ത ആഴ്ച വരിക, 2 ആഴ്ച കഴിഞ്ഞ് വരിക. പക്ഷേ ഇവർ വളരെ പെട്ടെന്ന് മനസ്സിലാക്കി, എനിക്കുള്ള ആൻറ്റിബയോട്ടിക് ഇവിടെ തന്നെയുണ്ട്. ഞാൻ ഉടമ്പടി എടുത്ത ഉടമ്പടി നേർച്ച വസ്തുക്കൾ തൈലവും വിശുദ്ധ ഉപ്പും തേനുമെല്ലാം ഇവിടെ ഉള്ളതുകൊണ്ട് അവർക്ക് വിശ്വാസ പ്രമാണം ചൊല്ലി ഡെയിലി ബ്രെഡിലൂടെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവർക്ക് അദ്ദേഹത്തിന് വളരെ പെട്ടെന്ന് സൗഖ്യമുണ്ടായി എന്ന് ഏറ്റു പറയുന്നു. അതുപോലെ തന്നെ സ്വപ്നദർശനത്തിലൂടെ പരിശുദ്ധ അമ്മ എല്ലാ കാര്യങ്ങളും മകളെ പഠിപ്പിക്കുകയും, ഞാൻ നിൻ്റെ കൂടെയുണ്ട്, എൻ്റെ മകൻ്റെ കൃപ നിനക്ക് മതി, നിൻ്റെ ഏതെല്ലാം ബലഹീനതകളിലാണോ, നിൻ്റെ ഏതെല്ലാം കഴിവ് കുറവുകളിലാണോ അവിടെയെല്ലാം എൻ്റെ മകൻ്റെ കൃപ നിനക്ക് മതി എന്ന് ധൈര്യം നൽകിക്കൊണ്ടാണ് ഈ മകളുടെ ഹോസ്പിറ്റലിലുണ്ടായിരുന്ന വർക്ക് ചെയ്തിരുന്ന സ്ഥലത്തെ ഇൻസ്പെക്ഷന് വളരെ ധൈര്യം നൽകിക്കൊണ്ട് ആ ഇൻസ്പെക്ഷന് ശേഷം അവിടെയുള്ള എല്ലാ നഴ്സസും വളരെ എഫിഷ്യൻ്റാണ്, വളരെ കേപ്പബിളാണ് എന്നുള്ളൊരു സർട്ടിഫിക്കേഷൻ അവർക്ക് ലഭിച്ചതും അവർക്ക് വളരെ കോൺഫിഡൻസോടുകൂടി ആ ഹോസ്പിറ്റലിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അനുഗ്രഹം പരിശുദ്ധ അമ്മയിലൂടെ അവർക്ക് ലഭിച്ചു എന്ന് ഏറ്റുപറയുന്നു.
ഈശോ വചനങ്ങളിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മത്തായി 5:19 തിരുവചനം പറയുന്നത് പോലെ, നിങ്ങൾ ഈ പ്രമാണങ്ങൾ, ദൈവകൽപ്പനകൾ മറ്റുള്ളവരെ പറഞ്ഞ് പഠിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ വലിയവൻ എന്ന് വിളിക്കപ്പെടുമെന്ന് ഈശോ നമ്മോട് അരുളി ചെയ്യുന്നുണ്ട്. നമ്മെ വലിയവരാക്കുന്ന ഒരു ഉടമ്പടി പ്രാർത്ഥനയാണിത്. ഈശോയുടെ ആ കൽപ്പനകൾ, ദൈവമായ കർത്താവിനെ പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും സർവ്വശക്തിയോടും കൂടി ആരാധിക്കുകയും സ്നേഹിക്കുകയും നിൻ്റെ അയൽക്കാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കുകയും ചെയ്യുന്ന നമ്മുടെ ഉടമ്പടി നിബന്ധനകളെല്ലാം നാം കൃത്യമായി പാലിക്കുമ്പോൾ ഈശോ നമുക്ക് നൽകിയിരിക്കുന്ന വാഗ്ദാനം സ്വർഗരാജ്യത്തിൽ നമ്മെ വലിയവൻ എന്ന് വിളിക്കപ്പെടുമെന്നാണ്. നമ്മൾ സ്വർഗരാജ്യത്തിൽ ആകാനുള്ള ഒരു വലിയ തത്രപ്പാടിലാണ്. ഉടമ്പടി ജീവിതത്തിലൂടെ നിത്യതയിൽ പ്രവേശിക്കാനാണ് നാം ഉടമ്പടി എടുത്ത് ജീവിക്കുന്നത്. നമ്മുടെ താൽക്കാലികമായ വീട്, വിവാഹം, കുഞ്ഞ്, അല്ലെങ്കിൽ പ്രൊമോഷൻ എന്നിങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളിലല്ല, ഇതോടുകൂടി ഈശോ നമ്മെ അടുപ്പിക്കുന്നത്, നമ്മെ എത്തിക്കുന്നത് നിത്യതയിലേക്കാണ്. നമുക്കെപ്പോഴും ഈശോയുടെ ആ ബ്രാൻഡ് ചെയ്യപ്പെട്ട നാമം നമുക്കുണ്ടായിരിക്കാൻ വേണ്ടി ഈശോ നമ്മെ എൻ്റെ മകൾ അല്ലെങ്കിൽ എൻ്റെ മകനെ നീ എന്നോട് കൂടെ ഉണ്ടല്ലോ എന്ന് ധൂർത്തുപുത്രൻ്റെ പിതാവ് മൂത്ത മകനോട് പറയുന്നത്, എൻ്റെ മകനെ നീ എൻ്റെ കൂടെ ഉണ്ടല്ലോ. ഈശോ നമ്മെ അങ്ങനെ ബ്രാൻഡ് ചെയ്ത് വിളിക്കാനുള്ള ഒരു അനുഗ്രഹത്തിനായിട്ട് നമുക്കെപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. അഞ്ജുവിനും കുടുംബത്തിനും ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയുന്നതോടൊപ്പം നമ്മുടെ പരിശുദ്ധ ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. ഈ പുണ്യഭൂമിയിൽ അമ്മയുടെ ഈ സവിധത്തിൽ നിന്നുകൊണ്ട് ഒരു സാക്ഷ്യം പറയുവാൻ അമ്മ ഞങ്ങൾക്ക് അനുഗ്രഹം തന്നു. 2024 ജനുവരി 23 ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. ഞാനൊരു ഹിന്ദുവാണ്. പക്ഷേ ഞങ്ങൾ ഇടയ്ക്ക് തിരുവനന്തപുരത്ത് കോട്ടൺ ഹിൽ ചർച്ചിലെ ചാപ്പലിൽ പ്രാർത്ഥിക്കാൻ പോകുമായിരുന്നു. പക്ഷെ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് നമുക്കറിയത്തില്ല. മോൾ അവിടെ സ്കൂളിൽ പഠിക്കുമ്പോഴും ഞങ്ങൾ ആ ചാപ്പലിൽ പോവും. അങ്ങനെ ഞങ്ങൾ കഴിഞ്ഞ ന്യൂ ഇയറിന് 2024 ന്യൂ ഇയറിന് അവിടെ ചർച്ചിൽ പോയപ്പോൾ പ്രാർത്ഥിക്കാൻ വേണ്ടി ചെന്നപ്പോൾ നീല ഡ്രസ്സായിട്ടുള്ള ഒരു സിസ്റ്റർ വന്നിട്ട് എൻ്റെ വൈഫിന് ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞതിന് ശേഷം ഒരു നീല കളറിലെ കൊന്ത കൊടുത്തിട്ട് ചോദിച്ചു, വിശ്വാസ പ്രമാണം ചൊല്ലാൻ അറിയുമോ, ജപമാല ചൊല്ലാറുണ്ടോ എന്ന്. പക്ഷേ ഈ രണ്ട് കാര്യങ്ങൾ ഞങ്ങൾക്കറിയത്തില്ല, എങ്കിലും അത് രണ്ടും പഠിക്കണം, യൂട്യൂബിലുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് അവിടുന്ന് പോന്നതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ അതേ ചാപ്പലിൽ പ്രാർത്ഥിക്കാൻ ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് ജീവിതത്തിൽ ആദ്യമായിട്ട് കൃപാസനത്തിൽ ഒരു പത്രം കിട്ടുകയാണ്. ഞാൻ കുവൈറ്റിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. കൊറോണ സമയത്ത് ഇവിടെ എത്തിയതിന് ശേഷം എനിക്ക് തിരിച്ചു പോകാൻ കഴിഞ്ഞില്ല. അങ്ങനെ ജീവിതത്തിൽ ഒരുപാട് ദുഃഖങ്ങളും ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ ഞാനൊരു വീട് വാങ്ങി, അത് കേസിൽപ്പെട്ടു. അതൊരു ചതിയായിരുന്നു, കേസായി. എനിക്ക് ആ വീട് വിൽക്കാൻ കഴിയുന്നില്ല, കടങ്ങളായി, ഒന്നും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയിലാണ് ഞാൻ ഈ കൃപാസനത്തിൽ വന്നിട്ട് ഉടമ്പടി എടുക്കുന്നത്. ആ ഉടമ്പടി എടുത്തതിന് ശേഷം ഏതാണ്ട് 10 ദിവസത്തിനുള്ളിൽ ഈ വിശിഷ്ടമായ ഉപ്പും ഇവിടുത്തെ തൈലവും ഉപയോഗിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് ആ വീട് 10 ദിവസത്തിനുള്ളിൽ എഗ്രിമെൻ്റ് ആക്കുവാനും ഏതാണ്ട് 2 മാസത്തിനുള്ളിൽ വിറ്റ് പോകുവാനും കഴിഞ്ഞു. അമ്മയും തിരുകുമാരനും ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത വലിയ ഒരു അനുഗ്രഹമാണ്. ഞങ്ങൾ അതിന് കോടാനുകോടി നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ എൻ്റെ മോള് ബിടെക് കഴിഞ്ഞിട്ട് ക്ലാസ്സിന് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ടെസ്റ്റുകൾ ഒരുപാട് എഴുതിയിട്ടും അവൾക്കൊരു ജോലി കിട്ടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങളൊരു വിഷമഘട്ടത്തിലിരിക്കുകയാണ്. കാരണം മോൾക്കൊരു ജോലി ആവുന്നില്ലല്ലോ എന്നുള്ളൊരു ബുദ്ധിമുട്ട്. അങ്ങനെ ഈ വർഷം ന്യൂ ഇയറിന് മുമ്പ്, ക്രിസ്മസിന് മുമ്പായിട്ട് ഞാൻ ഡേറ്റ് ഇട്ടുകൊണ്ട്, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ 3 മാസം കൂടുമ്പോൾ വന്നിട്ട് ഉടമ്പടി പുതുക്കിക്കൊണ്ടിരുന്ന ഒരാളാണ്. അതുപോലെ തന്നെ എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകും. അങ്ങനെ എല്ലാ രീതിയിലും അമ്മയും തിരുകുമാരനും ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് കണ്ടുകൊണ്ടിരുന്ന ഒരു സമയമായിരുന്നു. അങ്ങനെ ഞാൻ ക്രിസ്മസിന് മുമ്പായിട്ട് അമ്മയോട് ഡേറ്റ് ഇട്ട് ഞാൻ പ്രാർത്ഥിച്ചു, അമ്മയുടെ തിരുകുമാരൻ്റെ ജനനദിവസമായ ഈ ഡിസംബർ 25 ക്രിസ്മസിന് മുമ്പായിട്ട് എൻ്റെ മോൾക്കൊരു ജോലി ഗവൺമെൻറ് സർവീസ് തരണേന്ന്. ഡിസംബർ 23 അവൾക്ക് അപ്പോയിൻമെൻ്റ് ഓർഡർ വന്നു. 25 എൻ്റെ വൈഫും മോളും കൂടെ ഇവിടെ വന്നപ്പോൾ നമുക്കന്ന് സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞ് വന്നാണ്. പക്ഷെ അന്ന് പറ്റത്തില്ലായിരുന്നു. അങ്ങനെ അമ്മയെ അപ്പോയിൻമെൻ്റ് ഓർഡർ കാണിച്ച്
ഞങ്ങൾ ക്രിസ്മസിന് ശേഷം അടുത്ത പ്രവൃത്തി ദിവസം പോയി എൻ്റെ മോള് ജോലിയിൽ ജോയിൻ ചെയ്തു. അമ്മയും തിരുകുമാരനും ഞങ്ങളുടെ ജീവിതത്തിൽ തന്ന ഏറ്റവും വലിയ അനുഗ്രഹം, ഞങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത ഒരു അനുഭവമാണത്. അതുപോലെ തന്നെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ, ഒരുപാട് നേട്ടങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ അമ്മ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. കുവൈറ്റിൽ നിൽക്കുമ്പോൾ എനിക്ക് കിട്ടത്തില്ല എന്ന് കരുതിയ ലക്ഷക്കണക്കിന് രൂപ പല പ്രാവശ്യമായിട്ട് അമ്മ ഞങ്ങൾക്ക് വാങ്ങിച്ചു തന്നിട്ടുണ്ട്. അന്നൊക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു, അമ്മേ എൻ്റെ ഈ പണം നഷ്ടപ്പെട്ടു പോകുമല്ലോ എന്ന്. പക്ഷേ അതിലൊരു ഭൂരിഭാഗം പൈസയും ഇനിയും കിട്ടാനുണ്ടെങ്കിലും ഒരു 3/4 പൈസയെങ്കിലും അമ്മ ഞങ്ങൾക്ക് വാങ്ങിത്തന്ന് ഞങ്ങൾക്കൊരു താങ്ങായി തണലായി ഞങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നു അമ്മ. അതുപോലെ തന്നെ എൻ്റെ വൈഫിന് വർഷങ്ങളായിട്ട് ശ്വാസം മുട്ടലും ചുമയും ഉണ്ടായിരുന്നു. ഇവിടുത്തെ വിശിഷ്ടമായ ഈ ഉപ്പും അതുപോലെ തന്നെ വിശിഷ്ടമായ തേനും ഉപയോഗിച്ചതിന് ശേഷം അതിന് കുറവ് വന്നിട്ടുണ്ട്. ഇപ്പോൾ പൂർണ്ണമായിട്ടും മാറിയിട്ടുണ്ട്. അതിനും അമ്മയോട് ഞാൻ നന്ദി പറയുകയാണ്. പിന്നെ ഞങ്ങൾ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തനം എന്ന് പറയുമ്പോൾ RCCയിലും തിരുവനന്തപുരം RCCയിലും മെഡിക്കൽ കോളേജിലും ആഴ്ചയിൽ ഒരിക്കൽ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ ഞങ്ങൾ പോകും. അവർക്ക് ഊണ് റെഡിയാക്കി കൊടുക്കും. വീട്ടിൽ നിന്ന് ഇവിടുന്ന് കിട്ടുന്ന ഈ കൃപാസനം പത്രം, എൻ്റെ മോള് ആ പത്രത്തിലെല്ലാം വചനം എഴുതിയിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ഞാനും മോളും എൻ്റെ വൈഫും കൂടെ ആ റോഡിൽ പോയി നിന്ന് ഓരോരുത്തർക്കും ഈ കൃപാസനത്തെക്കുറിച്ചും ഞങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹത്തെക്കുറിച്ചും പറഞ്ഞ് ഞങ്ങൾ കൊടുക്കാറുണ്ട്. അതുപോലെ ഞങ്ങൾ പള്ളിയിൽ പോകുമ്പോൾ വെട്ടുകാട് പള്ളി, അതുപോലെ പള്ളിയിൽ പോകുമ്പോൾ അവിടെയൊക്കെ ഇവിടുന്ന് കൊണ്ടുപോയ കൃപാസനം പത്രം അലക്ഷ്യമായിട്ടിട്ടിരിക്കുമ്പോൾ ആ പത്രവും ഞങ്ങൾ എടുത്തുകൊണ്ടുപോയി ഈ മെഡിക്കൽ കോളേജിലും RCCയുടെ പരിസരത്തും വിതരണം ചെയ്യും. അതുപോലെ തന്നെ ഞങ്ങളുടെ വീടിൻ്റെ കുറച്ച് മാറിയിട്ട് മെൻ്റൽ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് ഉള്ള രോഗികൾ താമസിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അവരെ ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തുന്ന ഒരു മഹാസ്ഥാപനമാണിത്. അവിടെ ഞങ്ങൾ സമയം കിട്ടുമ്പോഴൊക്കെ പോവുകയും അവരുടെ മുടി വെട്ടിക്കൊടുക്കുക, അവരുടെ നഖം വെട്ടിക്കൊടുക്കുക, അതുപോലെ തന്നെ അവർക്ക് ഭക്ഷണം വാങ്ങിക്കൊടുക്കുക, അവർക്ക് ഡ്രസ്സുകൾ വാങ്ങിക്കൊടുക്കുക. ഞാൻ അവരെ ഇവിടുത്തെ വിശിഷ്ടമായ ഉപ്പും ഈ തേനും അതുപോലുള്ള ഈ വിശിഷ്ടമായ സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് അവരെ പ്രാർത്ഥിക്കാറുണ്ട്. ആ പ്രാർത്ഥിക്കുമ്പോഴും അവരോട് സംസാരിക്കുമ്പോഴും അവരുടെ ഒരു സന്തോഷം, ഒരു സമാധാനം അതെൻ്റെ ജീവിതത്തിലും ഞാൻ അനുഭവിച്ചറിയുന്നു. അങ്ങനെ അമ്മയുടെ കാരുണ്യം കൊണ്ട് ഞങ്ങൾക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും തിരുകുമാരനും അമ്മയ്ക്കും കോടാനുകോടി നന്ദി ഞങ്ങൾ പറയുകയാണ്. എന്നാൽ ഞാൻ കർത്താവിങ്കിലേക്ക് കണ്ണുകൾ ഉയർത്തും. എൻ്റെ രക്ഷകനായ ദൈവത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കും. എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും. മിക്ക പ്രവാചകൻ്റെ പുസ്തകം 7-ാം അധ്യായം 7-ാം വചനമാണ്. പരിശുദ്ധ അമ്മയോടാണ് നാം നമ്മുടെ മധ്യസ്ഥം യാചിക്കുന്നത്. സമയചുരുക്കത്തിൻ്റെ അമ്മയാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും ഈശോയുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്നത്. ആ അമ്മയോടാണ് ഈ മക്കൾ വന്ന് പ്രാർത്ഥിച്ചത്. 2 വർഷം 2 മാസത്തിനകം അമ്മ ചുരുക്കി കൊടുത്ത് അവരുടെ കാര്യമെല്ലാം നടത്തി കൊടുത്തു. പിന്നീടാണ് മകൾക്ക് വേണ്ടി ഒരു വലിയൊരു ജോലിക്ക് വേണ്ടിയിട്ട്, അതും ഗവൺമെൻറ് ജോലിക്ക് വേണ്ടിയിട്ട് ഒരു നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചത്. അതും ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. സമയത്തിൻ്റെ അമ്മയാണ്, സമയത്തിന് മേൽ അധികാരമുള്ള അമ്മയോടാണ് ക്രിസ്മസ് പരിശുദ്ധ ഈശോയുടെ ജനനത്തിന് മുമ്പ്, അതായത് ബിഫോർ ക്രിസ്മസ്, ഞങ്ങൾക്ക് ഈ മകൾക്കൊരു ജോലി നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഇവർ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. വീണ്ടും സമയത്തിൻ്റെ അമ്മയാണ്. കാനായിൽ ചെന്ന് പറഞ്ഞതും അമ്മയാണ്, അവർക്ക് വീഞ്ഞില്ല എന്ന്. ഇവരുടെ കാര്യവും ഈശോയോട് ചെന്ന് പറഞ്ഞത് അമ്മ തന്നെയാണ്, അവർക്ക് ജോലിയില്ല എന്ന്. അങ്ങനെ ഈ മകൾക്ക് 23-ാം തീയതി ഡിസംബർ തന്നെ ഒരു നല്ലൊരു അപ്പോയിൻമെൻറ്റ് ഓർഡർ കിട്ടി. സോയിൽ സർവേ ആൻഡ് കൺസർവേഷൻ വർക്ക് ഫീൽഡിലേക്കാണ് ഈ മകൾക്ക് നല്ലൊരു ഗവൺമെൻറ് ജോലി നൽകി ഈശോയും അമ്മയും അനുഗ്രഹിച്ചത്. പിന്നീട് ഇവരുടെ ഓരോ കാര്യങ്ങളും ഈശോയും അമ്മയും ഇടപെട്ട് അങ്ങ് നടത്തി കൊടുക്കുന്നതായിട്ടാണ് കാണുന്നത്. വർഷങ്ങളായിട്ട് കിട്ടാത്ത പണം തിരിച്ചു കിട്ടി. പിന്നീട് രോഗസൗഖ്യം. 5-6 വർഷമായിട്ടുണ്ടായിരുന്ന ശ്വാസം മുട്ടലും ചുമയുമാണ്. അതും ഉടമ്പടി വസ്തുക്കളായ ഉപ്പും തേനും ഉടമ്പടി തൈലവും ഉപയോഗിച്ച് പ്രാർത്ഥിച്ചപ്പോഴാണ് ആ രോഗസൗഖ്യം ലഭിച്ചത്. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ഈശോയും അമ്മയും കൈപിടിച്ച് മുന്നോട്ട് നടത്തുന്ന ഒരു അനുഭവമാണ് നമ്മൾ ഓരോ സാക്ഷ്യത്തിൽ നിന്നും മനസ്സിലാക്കുന്നത്. കർത്താവിൻ്റെക്ക് കണ്ണുകൾ ഉയർത്തുമ്പോൾ നമ്മുടെ രക്ഷകനായ ദൈവം നമുക്ക് വേണ്ടി എല്ലാം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. കാത്തിരിക്കുക പ്രത്യാശയോടെ,
പ്രാർത്ഥനയിൽ ഉറച്ച വിശ്വാസത്തോടെ നമുക്കും കാത്തിരിക്കാം. മനുഷ്യ സഹായമില്ലാതാവുമ്പോൾ നമുക്ക് അസാധ്യമാണെന്ന് തോന്നുന്ന കാര്യങ്ങളാണ് നമ്മൾ നിയോഗങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത്. ദൈവത്തിനൊന്നും അസാധ്യമല്ല. ഞാൻ സകല മർത്യരുടെയും ദൈവമായ കർത്താവാണ്, എനിക്ക് അസാധ്യമായി എന്തെങ്കിലും ഉണ്ടോ എന്നാണ് ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകം 32-ാം അധ്യായം 27-ാം വചനം പറയുന്നത്. പരിശുദ്ധ അമ്മയാണ് നമ്മെ രക്ഷകനായ യേശുവിലേക്ക് നയിക്കുന്നത്. നമ്മുടെ അപേക്ഷകളെല്ലാം യേശുവിന് മുൻപിൽ എത്തിക്കുന്നതും പരിശുദ്ധ അമ്മയാണ്. നമ്മുടെ ജീവിതത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകളും കഷ്ടതകളും ഉടമ്പടി ജീവിതത്തിൽ വിശ്വസ്തയോടെ നയിച്ചുകൊണ്ട് കർത്താവിൽ നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ ഓരോ ബുദ്ധിമുട്ടുകളും കഷ്ടതകളും നമ്മളെ സഹായിക്കാനാണ് പരിശുദ്ധ അമ്മ നമ്മുടെ കൂടെയുള്ളത്. സന്തോഷിനും ഷീലയ്ക്കും മകൾക്കും കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും പ്രത്യേകിച്ചും അവരൊരു കാര്യം പറഞ്ഞു. പത്രങ്ങൾ കൊടുക്കുമ്പോൾ കുടുംബമായിട്ടാണ് ഇവർ പത്രം കൊടുക്കാൻ പോകുന്നത്. വചനം എഴുതി സംസാരിച്ചാണ് പത്രം കൊടുക്കുന്നത്, അല്ലാതെ അവിടെ ഇടുകയല്ല. ഇവർ ഓരോരുത്തർക്കും ഓരോ വചനം എഴുതുമ്പോൾ അവർക്ക് സമയമെടുക്കും. വചനം എഴുതി പ്രാർത്ഥിച്ച് ഉടമ്പടി വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് മറ്റുള്ളവർക്ക് കൊടുത്തും പ്രാർത്ഥിച്ചുമൊക്കെയാണ് ഇവർ കുടുംബമായിട്ട്, ഒരു നല്ല കുടുംബമായിട്ട് തന്നെയാണ് ഇവർ ഉടമ്പടി ജീവിതം നയിക്കുന്നത്. നമ്മളുടെ ജീവിതത്തിലും ഈശോയുടെ അമ്മയുടെയും സ്നേഹത്തെ പ്രതി നമുക്കും ആ സ്നേഹം നമുക്കും വെളിപ്പെടുത്താം. പത്രത്തിലൂടെ നമുക്കും യേശു ദൈവത്തെ മഹത്വപ്പെടുത്താം. നമ്മൾക്ക് ബുദ്ധിമുട്ട് തോന്നുന്ന സമയങ്ങളിൽ ഈശോയുടെ അമ്മയോടും പ്രാർത്ഥിക്കാം. നമ്മളും ഈശോയുടെ അമ്മയുടെയും ഈശോയുടെ അമ്മയുടെ കൂടെ നിന്ന് പ്രത്യക്ഷീകരണത്തിന് ഒരു വലിയ സാക്ഷിയായി ജീവിതം മുന്നോട്ട് നയിക്കുവാൻ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഷീലയ്ക്കും കുടുംബത്തിനും സന്തോഷിനും കുടുംബത്തിൽ. എൻ്റെ പേര് വിസ്മയ, ഞങ്ങൾ കവിയൂരിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ അമ്മ. ഞാൻ എൻ്റെ ഒരു സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്. ഞാൻ +2 കഴിഞ്ഞതിന് ശേഷം ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാനായിട്ട് പോകുമായിരുന്നു. അപ്പം ഫസ്റ്റ് ഞാൻ എക്സാം എഴുതിയ സമയത്ത് എനിക്ക് 3 മൊഡ്യൂൾ കിട്ടിയായിരുന്നു. ആ സമയത്ത് കൃപാസനത്തെ പറ്റി അറിയത്തില്ലായിരുന്നു. അതിനുശേഷം 2ാമത്തെ പ്രാവശ്യം സ്പീക്കിംഗ് ആയിരുന്നു പോയത്. 2ാമത്തെ പ്രാവശ്യം വീണ്ടും എഴുതി. അപ്പോഴെനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് അമ്മയുടെ ചേച്ചി വഴിയാണ് കൃപാസനത്തെ പറ്റി അറിയുന്നത്. അങ്ങനെ അമ്മ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു കഴിഞ്ഞ് അമ്മയുടെ ഉടമ്പടിയിൽ നിന്ന് കിട്ടിയ ഉപ്പുമായിട്ടായിരുന്നു ഞാൻ പിന്നീട് 3ാമത്തെ സ്പീക്കിങ്ങിന് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പോയി ഞാൻ ഫയലിനകത്ത് ഉപ്പിട്ടിട്ടായിരുന്നു ഉള്ളിൽ കയറിയത്. അവിടെ ചെന്നപ്പോൾ തന്നെ എനിക്കൊരു മിസ്സിനെ കാണാൻ കഴിഞ്ഞു. അവിടെ വന്ന പിള്ളേരെല്ലാം മിസ്സിനോട് എപ്പോൾ ക്ലാസ് തുടങ്ങും, എപ്പോൾ പരീക്ഷ തുടങ്ങും, എപ്പം പരീക്ഷ കഴിയും എന്നൊക്കെ ചോദിച്ചു. പക്ഷേ എല്ലാം മിസ്സ് എന്നെ നോക്കി തന്നെയായിരുന്നു പറയുന്നത്. അപ്പോൾ എനിക്ക് ആദ്യം ഒന്നും മനസ്സിലായില്ലായിരുന്നു, കാരണം കൃപാസനത്തെക്കുറിച്ച് എനിക്ക് കൂടുതലൊന്നും അറിയത്തില്ലായിരുന്നു. അതിനുശേഷം ഞങ്ങൾ ഉള്ളിൽ എല്ലാവരും കയറിയിരുന്നു. എല്ലാ പിള്ളേരും പരീക്ഷയ്ക്ക് പോയി. എനിക്ക് സ്പീക്കിംഗ് മാത്രമേ ഉള്ളതുകൊണ്ട് ഉച്ച കഴിഞ്ഞായിരുന്നു. ഞാൻ ഒറ്റയ്ക്ക് ആ റൂമിലിരുന്നു. അപ്പോൾ ആ മിസ് മാത്രമേ ഉള്ളായിരുന്നു എനിക്ക് കൂട്ടായിട്ട് ആ റൂമിൽ. ആ മിസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയ സമയത്തും ആ മിസ് എന്നെ തന്നെ നോക്കി ചിരിക്കുന്നത് ഞാൻ കണ്ടു. ഞാനും തിരിച്ചു ചിരിച്ചു. അതിനുശേഷം ഉച്ച കഴിഞ്ഞപ്പം എൻ്റെ സ്പീക്കിംഗ് എക്സാമിന് ആ മിസ് തന്നെയായിരുന്നു എനിക്കൊരു എക്സാമിനറായിട്ട് വന്നത്. അതിനുശേഷം ഞാൻ ഉള്ളിലേക്ക് കയറി എൻ്റെ എക്സാം അറ്റൻഡ് ചെയ്തു. അപ്പം എന്നോട് ആദ്യം ഫയൽ അവിടെ വെച്ചേക്കാൻ പറഞ്ഞു. ഞാൻ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതെനിക്കൊരു ടെൻഷനായിരുന്നു. അപ്പോൾ ഫയൽ അവിടെ വെച്ചോളാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് ചെന്നിടുന്ന ഉടനെ എന്നോട് മാത്രം മിസ് ചോദിച്ചു, എത്ര നാളായി കണ്ടിട്ടെന്ന് ചോദിച്ചു. ഞാനൊന്നും മിണ്ടിയില്ല. അതിനുശേഷം എക്സാമൊക്കെ നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്തു. അതിനുശേഷം ഞാൻ ഫോൺ എടുക്കാൻ പോയ സമയത്ത് ആ മിസ് വെളിയിലിറങ്ങി വന്നു മിസ് അവിടെ നിന്നിട്ട് ഞാനും എൻ്റെ പാർട്ട്ണറും എക്സാം കഴിഞ്ഞ് പുറത്തേക്ക് പോകുന്നിടം വരെ മിസ് ഞങ്ങളെ തന്നെ നോക്കി ചിരിച്ചുകൊണ്ട് അവിടെ നിന്നു. ഞാനിത് അമ്മയോട് പറഞ്ഞപ്പം അമ്മ പറഞ്ഞു, ചിലപ്പോൾ മാതാവ് തന്നെയാണ് അത് വന്നതെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഒരു ദിവസം എക്സാമിൻ്റെ റിസൾട്ട് ഞാനിങ്ങനെ ഇടയ്ക്ക് സൈറ്റിൽ നോക്കുന്നുണ്ട്, വന്നിട്ടൊന്നുമില്ല. അങ്ങനെ ഒരു ദിവസം കിടന്നുറങ്ങിയപ്പം എനിക്ക് 27 എന്നുള്ളൊരു സംഖ്യ കാണിച്ചു. പിന്നെ പ്രാർത്ഥിക്കുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് 27 തന്നെ കാണിച്ചുകൊണ്ടിരുന്നു. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞ വഴിക്കാണ് അമ്മ പറഞ്ഞത് ചിലപ്പം ആ ദിവസമായിരിക്കും റിസൾട്ട് വരിക എന്നത്. പിന്നെ ഞാൻ നോക്കൽ നിർത്തി. പിന്നെ മെയ് 27-ാം തീയതി റിസൾട്ട് വരുന്ന രീതിയിൽ മെയ് 27-ാം തീയതി സൈറ്റിൽ കയറി നോക്കി. പക്ഷെ അന്ന് റിസൾട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു മന്ത് ഫുള്ള് ഞാൻ നോക്കി, കണ്ടില്ല. മെയ് കഴിഞ്ഞ് ജൂൺ ഫസ്റ്റ് വീക്കായി റിസൾട്ട് വന്നില്ല. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് വരെ അറിയാൻ കഴിഞ്ഞത് മെയ് 27-ാം തീയതി തന്നെ റിസൾട്ട് വന്നു. ഫുൾ മൊഡ്യൂൾ പാസ്സായവർക്ക് മാത്രമേ അതിനകത്ത് കാണാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പിന്നെയും നോക്കി, കണ്ടില്ല. അപ്പം 27-ാം തീയതി മാതാവ് കാണിച്ച ഡേറ്റ് തന്നെയാണ്. പിന്നെ എന്താ പറ്റിയെന്ന് അറിയില്ല. ജൂൺ 2nd വീക്ക് ആയപ്പോഴത്തേക്കിനും
മാതാവ് എനിക്ക് സർട്ടിഫിക്കറ്റ് കയ്യിൽ കിട്ടിയപ്പം ഫസ്റ്റ് ഞാൻ നോക്കിയത് പാസ്സായോ ഫെയിലായോ എന്നുള്ളത് അത് തന്നെയായിരുന്നു. അപ്പോൾ ഫെയിലെന്നാണ് അവിടെ കാണിച്ചത്. പക്ഷെ ഞാൻ അത് കഴിഞ്ഞ് ഉടനെ നോക്കിയത് സ്പീക്കിങ്ങിൻ്റെ എക്സാമിൻ്റെ റിസൾട്ടായിരുന്നു. പക്ഷെ 45 വേണ്ട സ്ഥാനത്ത് എനിക്ക് 57 മാർക്ക് അവിടെ ഉണ്ടായിരുന്നു. മാതാവ് എന്നെ അത് പാസ്സാക്കിയായിരുന്നു. പിന്നെ എന്താ ഫെയിലായെന്ന് നോക്കിയപ്പോൾ ഞാൻ ആദ്യം എഴുതിയ 3 മൊഡ്യൂളിൻ്റെ മാർക്ക് ഇതിനകത്ത് ആഡ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അപ്പോൾ തന്നെ ഞാൻ അത് അവർക്ക് മെയിൽ അയച്ചു. 2 മാസത്തിനുള്ളിൽ തന്നെ എനിക്ക് പുതിയ സർട്ടിഫിക്കറ്റ് കിട്ടി. അത് കഴിഞ്ഞ് പിന്നെ VFSന് ഡേറ്റ് എടുക്കാനുള്ള ഇതായിരുന്നു. ഒക്ടോബർ 15 ക്ലാസ് തുടങ്ങും, 20 മുന്നേ ജോയിൻ ചെയ്യണം എന്നുള്ള രീതിയിൽ അവർ മെയിൽ അയച്ചിരുന്നു. അപ്പം സെപ്റ്റംബറിൽ നോക്കി VFSന് ഡേറ്റ് കിട്ടിയില്ല. കിട്ടിയത് ഒക്ടോബർ 13 അപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് കഴിഞ്ഞ് മാതാവിനെ പ്രാർത്ഥിച്ച് ബാംഗ്ലൂരോട്ടൊരു മെയിൽ അയച്ചപ്പം സെപ്റ്റംബർ 29 മെയിൽ അയച്ചപ്പം ഒക്ടോബർ 1 ഡേറ്റ് കിട്ടി. അങ്ങനെ ആ ഡേറ്റിൽ ഞാൻ പോയി VFSൽ ചെന്നപ്പം എൻ്റെ ഒരു അക്കോമഡേഷൻ്റെ പേപ്പർ ഇല്ലായിരുന്നു. പക്ഷേ മാതാവ് അത് കൃത്യസമയത്ത് തന്നെ അവരിന്ന് മെയിൽ അയച്ച് എനിക്ക് പ്രിൻ്റ് എടുത്ത് അവിടെ സബ്മിറ്റ് ചെയ്യാൻ പറ്റി. അതേപോലെ തന്നെ പ്രീ അപ്രൂവലിൻ്റെ പേപ്പറും എൻ്റെ ഒരു പേജേ ഉള്ളായിരുന്നു. മാതാവ് അത് തക്ക സമയത്ത് കാണാതാക്കിയതിന് ശേഷം ഞാൻ പിന്നെ ഒരു പ്രിൻ്റ് എടുത്ത് 2 പേജും കൂടെ ആക്കി തന്നെ സബ്മിറ്റ് ചെയ്യാൻ പറ്റി. അതിനുശേഷം എനിക്ക് അവിടുത്തെ ഒരു ഫോം കിട്ടിയായിരുന്നു. ഞാനത് ഫില്ല് ചെയ്ത് അവിടെ കൊടുത്തു കഴിഞ്ഞപ്പം അവിടുത്തെ ആൾ ശ്രദ്ധിക്കാതെ ഇരുന്നതുകൊണ്ട് എനിക്ക് ആ ഫില്ല് ചെയ്ത ഫോം തിരിച്ചു തരികയുണ്ടായി. അപ്പം ഞാനത് തിരിച്ച് വീട്ടിലേക്ക് വരുന്ന വഴിക്കാണ് കണ്ടത്. അപ്പോൾ അതൊരു ടെൻഷനായിരുന്നു. ഞാൻ അവർക്ക് മെയിൽ അയച്ച് ഫില്ല് ചെയ്ത ഫോമൊക്കെ കാണിച്ചുവെങ്കിലും റിപ്ലൈ ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ അതൊരു പേടിയായിരുന്നു, റിജക്റ്റ് ആവുമെന്ന്. അതിനുശേഷം എൻ്റെ ഫ്രണ്ടിന് അടുത്ത മാസമായപ്പം സെപ്റ്റംബർ 1 വീക്കിൽ തന്നെ ഫ്രണ്ടിന് വിസ അടിച്ച് കിട്ടി. എനിക്ക് എന്നിട്ടും വരുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് റിജക്റ്റ് ആയോ എന്നുള്ളൊരു പേടിയായിരുന്നു. പിന്നെ 2nd വീക്ക് ആയപ്പോഴത്തേക്കിനും ഒരു ദിവസം 13-ാം തീയതി അച്ഛനെ ഞാൻ സ്വപ്നം ഉണ്ടായി. അച്ഛൻ മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കാൻ എന്നോട് പറഞ്ഞു. അതേപോലെ മാതാവിൻ്റെ മെഴുകുതിരിയിൽ പൂവും വന്നു. അപ്പം അന്ന് തന്നെ എനിക്ക് വിസ ഡിസ്ചാർജ് ആകുന്ന മെയിൽ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. ഞാൻ അപ്പം തന്നെ അന്ന് തന്നെ ഞങ്ങൾ പ്രേക്ഷിത കാരുണ്യ പ്രവർത്തിക്കായിട്ട് ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോയി. അതിനുശേഷം ചോറ് കൊടുക്കാൻ റെഡി ആയിക്കൊണ്ടിരുന്ന സമയത്ത് എനിക്ക് മെയിൽ വന്നു, ഡിസ്പാച്ച് ആയെന്ന് പറഞ്ഞു. 15-ാം തീയതി എനിക്ക് വിസ കൈ കിട്ടി. ഏതായാലും ഇനി ആ മന്ത് പോകാൻ പറ്റത്തില്ല. ഇനിയിപ്പം മാർച്ച് ഏപ്രിൽ ഇൻടേക്കിനെ നോക്കാൻ പറ്റുള്ളൂ. പിന്നെ അടുത്ത ഇൻ്റർവ്യൂവിന് വേണ്ടി വെയിറ്റ് ചെയ്തു. ഒരു ഇൻ്റർവ്യൂ ഡിസംബർ ലാസ്റ്റിലത്തേക്കിന് കിട്ടി. പാസ്സാകാൻ കഴിഞ്ഞില്ല, ഒന്നും പറയാൻ കഴിഞ്ഞില്ല. അത് കഴിഞ്ഞ് മാതാവ് ഇൻ്റർവ്യൂ ഇല്ലാതെ തന്നെ ഒരു സ്കൂള് എനിക്ക് ശരിയാക്കി തന്നു. അതിനുശേഷം ഇനിയിപ്പം ഈ ഒരു മാർച്ച് 1 എനിക്ക് ജോലി സ്റ്റാർട്ട് ചെയ്യും. ഫെബ്രുവരി 23 ഞാൻ പോവാണ്. ഏപ്രിൽ 1 ക്ലാസ്സും സ്റ്റാർട്ട് ചെയ്യും. ഇത്രയും തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. പിന്നെ പ്രേക്ഷിത പ്രവൃത്തിയായിട്ട് ഞങ്ങൾ ചെയ്യാറുള്ളത് ഇവിടുന്ന് പത്രം വാങ്ങിച്ച് ഗവൺമെൻറ് ഹോസ്പിറ്റലിലൊക്കെ ആദ്യം കൊടുക്കുമായിരുന്നു. പിന്നെ ഇപ്പം ബസ് സ്റ്റോപ്പുകളിലും കൊടുക്കാറുണ്ട്. പിന്നെ കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞങ്ങൾക്ക് പറ്റുന്ന ആഴ്ചകളിലെല്ലാം ഒരു ദിവസം ഞങ്ങൾ ഫുഡ് കൊടുക്കാറുണ്ട്. നേരത്തെ ഞങ്ങൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിലായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പം അവർ വിലക്കിയതിനെ തുടർന്നാണ് പിന്നെ ഞങ്ങൾ സൈഡിലുള്ളവർക്കൊക്കെ റോഡിൻ്റെ സൈഡിലിരിക്കുന്നവർക്ക് കൊടുക്കാൻ തുടങ്ങിയത്. എൻ്റെ പേര് സുജാത. എനിക്ക് ഒരു പൈൽസിൻ്റെ അസുഖം ഉണ്ടായിരുന്നു. അത് ഞാൻ ആദ്യം മരുന്ന് കഴിച്ചപ്പോൾ അത് മാറിയായിരുന്നു. പിന്നെ 1 വർഷം കഴിഞ്ഞ് പിന്നെ അതുണ്ടായി. ഞാൻ പിന്നെ അമ്മയുടെ ഉപ്പ് കഴിച്ചേ പിന്നെ അത് ഇന്ന് വരെ എനിക്കുണ്ടായിട്ടില്ല. 40-ാം സങ്കീർത്തനം 5-ാം തിരുവചനം. ദൈവമായ അങ്ങ് എത്ര അത്ഭുതങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു. ഞങ്ങളുടെ കാര്യത്തിൽ അങ്ങ് എത്ര ശ്രദ്ധാലുവായിരുന്നു. അങ്ങേക്ക് തുല്യനായി ആരുമില്ല. ഞാൻ അവയെ വിവരിക്കാനും പ്രഘോഷിക്കാനും തുടങ്ങിയാൽ അവ അസംഖ്യമാണല്ലോ. സുജാത എന്ന അമ്മയും മകൾ വിസ്മയവും കൂടിയാണ് ഈ പ്രത്യക്ഷീകരണ സാക്ഷ്യം പരിശുദ്ധ അമ്മയുടെ അൾത്താരയിൽ അവർ ഏറ്റുപറയുന്നത്. ഈശോ അവർക്ക് ചെയ്ത വലിയ ഒരു അത്ഭുതമാണ്. മകൾ വിസ്മയയ്ക്ക് ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചുകൊണ്ട് ഇരിക്കുമ്പോഴുണ്ടായിരുന്ന എല്ലാ തടസ്സങ്ങളെയും പ്രതികൂല സാഹചര്യങ്ങളെയും പരിശുദ്ധ അമ്മ ഈശോയുടെ മാധ്യസ്ഥം വഹിച്ചുകൊണ്ട് ആ മകൾക്ക് വളരെ സൗഭാഗ്യകരമായ ആദ്യത്തെ ഇൻ്റർവ്യൂ മകൾ തോറ്റുപോയെങ്കിലും രണ്ടാമതൊരു ഇൻ്റർവ്യൂ ഇല്ലാതെ ഈ മകൾക്ക് വിസ പാസ്സായി കിട്ടി, വിസ സാങ്ഷനായി എന്നതിൻ്റെ ഒരു വലിയ സാക്ഷ്യമാണിത്. നഴ്സിംഗ് പഠിക്കാൻ പോകുമ്പോൾ ഈ മകൾക്ക് വലിയ ഭയമായിരുന്നു. ഞാൻ ജർമ്മനി എന്ന ഒരു വിദേശത്ത് ചെല്ലുമ്പോൾ എനിക്കെന്ത് സംഭവിക്കും,
ഈ മകൾക്ക് ഉടമ്പടിയുടെ ഉറപ്പാണ്. ഈ മകൾ പറയുന്നത്, ഇത്രത്തോളം പരിശുദ്ധ അമ്മ എന്നെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ ഏത് ദേശത്തും വിദേശത്തും പോയാലും ഈശോ എനിക്ക് വേണ്ടി അവിടെയും ഇവിടെ ചെയ്ത അത്ഭുതങ്ങൾ തന്നെ അവിടെയും ചെയ്യുമെന്നുള്ള ഒരു വലിയ ഉറപ്പിലാണ് ഇന്ന് ഈ മകൾ അൽത്താരയിൽ നിന്ന് ഇറങ്ങുന്നത്. ഓരോ സമയത്തും വ്യക്തമായ അടയാളങ്ങൾ ഈ ഈ മകൾക്ക് നൽകിക്കൊണ്ടിരുന്നു. 27 എന്ന ഡേറ്റ്, അതുപോലെ പരിശുദ്ധ അമ്മയുടെ സാമീപ്യം അറിയിക്കുന്ന ഒരു പുഞ്ചിരി, ഇൻവെസ്റ്റിഗേറ്ററിൻ്റെ പുഞ്ചിരിയിൽ നിന്നും പരിശുദ്ധ അമ്മ എല്ലാം സാധ്യമാക്കുന്നു എന്നുള്ള വലിയ സാധ്യതകളുടെയും ഉറപ്പ് അമ്മ നൽകുകയായിരുന്നു. നാം ഈശോയെ ഏറ്റുപറയുമ്പോഴെല്ലാം നമ്മുടെ കാര്യങ്ങൾ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന അടിസ്ഥാനത്തിൽ നമുക്കെല്ലാവർക്കും നമ്മുടെ ജീവിത പ്രശ്നങ്ങൾ എത്ര തന്നെ സങ്കീർണമായാലും ഈശോ നമുക്ക് വേണ്ടി അത് നേടിത്തരും. അവിടുത്തെ തിരുരക്തത്തിൻ്റെ ശക്തി, അവിടുത്തെ തിരുരക്തത്തിൻ്റെ സംരക്ഷണം നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് പരിശുദ്ധ അമ്മ ഇന്നും കുരിശിനടിയിൽ നിന്ന് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് നമ്മെ എപ്പോഴും നിത്യതയിലേക്ക് അടുപ്പിക്കുന്നതുകൊണ്ടാണ്. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, നിങ്ങൾക്ക് ജർമ്മൻ വിസ കിട്ടിയോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുഞ്ഞിനെ ലഭിച്ചോ, നിങ്ങൾക്ക് വീട് പണിതോ, വഴി കിട്ടിയോ, അല്ലെങ്കിൽ ജോലി കിട്ടിയോ, ഇൻ്റർവ്യൂ പാസ്സായോ എന്നതിലൊന്നുമല്ല. ഈശോ എന്നെ സ്നേഹിക്കുന്നു, ഈശോയെ സ്നേഹിക്കാൻ എനിക്ക് സാധിക്കുന്നു എന്നുള്ള ആ ഒരു വലിയ ബന്ധത്തിലേക്ക് നാം എത്തിച്ചേരുന്നതാണ് ഉടമ്പടിയുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് അച്ഛൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അവിടെയാണ് നമ്മുടെ ഉടമ്പടി വിജയം എന്ന് എപ്പോഴും അച്ഛൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം. വിസ പ്രോസസ്സിങ് ഫെയിലായിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ വളരെ തടസ്സം നേരിട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളുടെയും നിയോഗത്തെ ആദ്യമായി തന്നെ അമ്മ മാതാവിനും ഈശോ തിരുക്കുമാരനും കോടാനും കോടി നന്ദി പറയുകയാണ്. എൻ്റെ പേര് പ്രിയങ്ക, ഇതെൻ്റെ ഹസ്ബൻഡ് സിബി മാത്യു. ഞങ്ങൾ പാലാ രൂപതയിലെ ശാന്തിപുര ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ ഒരു നേഴ്സാണ്. ഞാൻ നേഴ്സിംഗ് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ മുതൽ, അതായത് 2007 മുതൽ എനിക്ക് ഫിറ്റ്സ് വരാൻ തുടങ്ങി. ഞങ്ങൾ ഓരോ ഹോസ്പിറ്റലിലൂടെയും മാറി മാറി നടന്നു, ഓരോ ടെസ്റ്റുകൾ ചെയ്തപ്പോഴെല്ലാം നോർമലാണ്, ഒരു കുഴപ്പവുമില്ല. മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഫിറ്റ്സ് വരുന്നു, കഴിക്കാതെ ഇരുന്നാലും ഫിറ്റ്സ് വരുന്നു. അങ്ങനെ 2023 ഡിസംബർ 19 വരെ ഫിറ്റ്സ് വന്നുകൊണ്ടിരുന്നു. ഞാൻ 2024 ഒക്ടോബർ 11 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിൽ പിന്നെ ഇതുവരെ എനിക്ക് ഫിറ്റ്സ് വന്നിട്ടില്ല. ഞാൻ ഒരു മരുന്നും യൂസ് ചെയ്യുന്നില്ല. നൈറ്റ് ഡ്യൂട്ടി ചെയ്താലോ ഒന്നും എനിക്ക് ഒരു പ്രശ്നവുമില്ല. ഞാൻ ആകമൊത്തം ഉപയോഗിക്കുന്നത് കൃപാസനത്തിലെ തൈലവും തേനും ഉപ്പും മാത്രമാണ്. ഇതാണ് ഇപ്പോൾ എൻ്റെ മരുന്ന്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഇത്രയും വലിയ ഒരു അനുഗ്രഹം തന്ന എൻ്റെ അമ്മ മാതാവിനും ഈശോ തിരുക്കുമാരനും ഞാൻ കോടാനും കോടി നന്ദി പറയുന്നു. ഇപ്പോൾ രണ്ടാമതായിട്ട് ഞാനിപ്പോൾ ഇസ്രായേലിന് പോകാനുള്ള ക്ലാസ് 2025 നവംബറിൽ കൂടി 1 മാസത്തെ ക്ലാസ് കഴിഞ്ഞ് വന്ന് ഞാൻ വീട്ടിൽ വന്ന് ഞാൻ എൻ്റെ പേപ്പർ വർക്കുകളൊക്കെ ആരംഭിച്ചു. പേപ്പർ വർക്ക് ആരംഭിച്ചപ്പോഴാണ് എൻ്റെ മമ്മിയുടെ ഡെത്ത് സർട്ടിഫിക്കറ്റിൽ ഒരു മിസ്റ്റേക്ക്. എൻ്റെ മമ്മിയുടെ ചാച്ചൻ്റെ പേര് ചോദിച്ചെടുത്ത് എൻ്റെ പപ്പയുടെ പേരാണ് എഴുതിയാക്കുന്നത്. അപ്പോൾ ഞാനത് ചേഞ്ച് ചെയ്യാൻ വേണ്ടി അക്ഷയ സെൻറ്ററിൽ ചെന്നു. അവരെന്നോട് ID കാർഡ്, ആധാർ കാർഡ് പ്രൂഫ് ചോദിക്കുക. ആധാർ കാർഡ് എൻ്റെ മമ്മി മരിച്ചതിന് ശേഷമാണ് നിലവിൽ വന്നത്. ID പ്രൂഫ് ഞങ്ങളുടെ കയ്യിൽ നിന്ന് മിസ്സായി, അതുമില്ല. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, ഒരു രക്ഷയില്ല, ഇതിങ്ങനെ തന്നെ കിടക്കത്തുള്ളൂ, ഇത് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് വളരെ സങ്കടമായി. കാരണം ഇങ്ങനെ എനിക്കിത് പേപ്പർ വർക്ക് ചെയ്യാനും പറ്റത്തില്ല, എന്ത് ചെയ്യും? അങ്ങനെ ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ ചേട്ടൻ്റെ ഭാര്യ പഞ്ചായത്തിൽ വർക്ക് ചെയ്യുന്ന. അപ്പം ഞാൻ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പം ചേച്ചി എന്നോട് പറഞ്ഞു, നീ മമ്മി മരിച്ച ആ പഞ്ചായത്തിൽ ചെന്ന് അവരോടൊന്ന് ചോദിച്ചു നോക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ മമ്മി ഒരു ഹോസ്പിറ്റലിൽ കിടന്ന് മരിച്ചത് കണ്ടും വേറൊരു പഞ്ചായത്താണ്, ആരെയും ഞങ്ങൾക്ക് പരിചയമില്ല, എന്ത് ചെന്ന് ചോദിക്കണമെന്ന് അറിയത്തില്ല. അവിടെ ചെല്ലുമ്പോഴും പ്രൂഫ് ചോദിക്കുമോ എന്ത് ചെയ്യുമോ ഞങ്ങൾക്കൊന്നും അറിയാൻ മേലാതെ ഞങ്ങളിങ്ങനെ ഇരിക്കുകയാണ്. അപ്പം ഞാനിങ്ങനെ നോക്കുമ്പോൾ എൻ്റെ പപ്പയുടെ പെങ്ങളുടെ മകളെ കെട്ടിച്ചാക്കുന്ന അതേ പഞ്ചായത്തിലാണ്. അപ്പം ഞാൻ ചേച്ചിയെ വിളിച്ചിട്ട് പറഞ്ഞു, ചേച്ചി എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പം ചേച്ചി എന്നോട് പറഞ്ഞു, നീ നാളെ വാ, നമുക്ക് പോയി നോക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പിറ്റേ ദിവസം പോവുകയാണ്. അപ്പം ഞാൻ എല്ലാ ദിവസവും രാവിലെ 5:30 അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കൂടും. ഞാനിങ്ങനെ കൂടിയിട്ടിരുന്ന് മാതാവിനോട് പറഞ്ഞു, മാതാവേ, ഞാൻ ഇന്ന് വരെ ഒരിടത്തും ഉപ്പിട്ട് പ്രാർത്ഥിച്ചിട്ടില്ല. ഞാൻ ഒരുപാട് സാക്ഷ്യങ്ങൾ കേട്ടിട്ടുണ്ട്, ഉപ്പിട്ട് ഓരോരോ അനുഗ്രഹങ്ങൾ, എന്നെയും കൂടെ അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞ് ഞങ്ങൾ ആ പഞ്ചായത്തിലേക്ക് പോയി. ബസ്സിലിരുന്ന് ഫുൾ ടൈം കൊന്ത ചൊല്ലി, വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് ആ പഞ്ചായത്തിൽ ഞങ്ങൾ കയറി ചെല്ലുമ്പോൾ ആരും ചവിട്ടാത്തൊരു സ്ഥലത്ത് ഞാൻ ഈ ഉപ്പിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടിരുന്നു.
അപ്പോൾ അവിടുത്തെ ക്ലർക്ക് ഞങ്ങളെ വിളിച്ചു. ഞാനും എൻ്റെ ചേച്ചിയും കൂടെ കയറി ചെന്നു. അപ്പോൾ എൻ്റെ ചേച്ചിയോട് ചോദിച്ചു, നിങ്ങളെ എനിക്ക് നല്ല പരിചയമുണ്ടല്ലോ, ഇതിനു മുമ്പ് നിങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ ചേച്ചി പറഞ്ഞു, സാർ 10 വർഷം മുമ്പ് ഞാനിവിടെ വർക്ക് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ അവരുടെ ആ ടോക്കിൻ്റെ ഇടയ്ക്ക് ചേച്ചി എൻ്റെ ഈ കാര്യം പറഞ്ഞു. അപ്പോൾ ആ സാർ ഞങ്ങളോട് ചോദിച്ചു, നിങ്ങളുടെ ഈ പ്രൂഫ് ഒന്നും ഇല്ല അല്ലേ എന്ന് ചോദിച്ചു. ഇല്ലയെന്ന് പറഞ്ഞു. അപ്പോൾ സാറ് പറഞ്ഞു, ശരി, ഞങ്ങൾക്ക് പഞ്ചായത്തിൽ നിന്ന് വന്ന ഒരു മിസ്റ്റേക്കാണ് എന്ന് നോട്ട്സ് കൊടുത്തേക്കാം, നിങ്ങൾ അക്ഷയയിൽ പോയി ആപ്ലിക്കേഷൻ വെക്കാൻ പറഞ്ഞു. ഞങ്ങളങ്ങനെ അക്ഷയയിൽ ആപ്ലിക്കേഷൻ വെച്ചു. ആപ്ലിക്കേഷൻ വെച്ചപ്പോൾ അവിടുത്തെ മേഡം ഞങ്ങളോട് ചോദിച്ചു, പ്രൂഫ് എന്തെന്ന് ചോദിച്ചു. പ്രൂഫില്ല, സാറാണ് ഞങ്ങളെ ഇങ്ങോട്ട് വിട്ടതെന്ന് പറഞ്ഞു. അപ്പോൾ ആ ചേച്ചി ഞങ്ങൾക്ക് ഒരു പേപ്പർ തന്നിട്ട് ഇതുകൊണ്ട് സാറിൻ്റെ കൊടുക്കാൻ പറഞ്ഞു. ഞങ്ങൾ തിരിച്ചു ചെന്ന് സാറിൻ്റെ അത് കൊടുക്കാൻ വേണ്ടി കയറി ചെല്ലുമ്പോൾ സാർ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ഇപ്പോൾ അയച്ച ആപ്ലിക്കേഷൻ എൻ്റെ കമ്പ്യൂട്ടറിൽ വന്നിട്ടുണ്ട്, ഞാൻ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, 2 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്കത് ശരിയായി കിട്ടും എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് പോകും. കറക്റ്റ് 2ാമത്തെ ദിവസം എനിക്ക് ഫോണിൽ മെസ്സേജ് വന്നു, നിങ്ങളുടെ ഡെത്ത് സർട്ടിഫിക്കറ്റ് റെഡി ആയിട്ടുണ്ട്, ഡൗൺലോഡ് ചെയ്ത് എടുത്തോളാൻ പറഞ്ഞു. ഞങ്ങൾ അങ്ങനെ എടുത്തു, പേപ്പർ വർക്കെല്ലാം പൂർത്തീകരിച്ചു. ജനുവരി 6 ഞാൻ എൻ്റെ പേപ്പർ വർക്ക് സബ്മിറ്റ് ചെയ്തു. അങ്ങനെ ജനുവരി 20 ഫസ്റ്റ് എനിക്ക് ഇസ്രായേലിൽ നിന്ന് ഒരു കോൾ വന്നു. ഏജൻസിയിൽ നിന്ന് ഒരു ലേഡിയാണ് എന്നെ വിളിച്ചത്. അവരെന്നോട് കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചു. എനിക്ക് വലിയ ഇംഗ്ലീഷൊന്നും അറിയില്ല, എന്നാലും അറിയാവുന്ന പോലെയൊക്കെ ഞാനങ്ങ് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അവർ ഓക്കെ ബൈ ഒക്കെ പറഞ്ഞ് വെച്ചു. അത് കഴിഞ്ഞ് 22-ാം തീയതി വീണ്ടും എനിക്ക് ആ ലേഡി ഒരു കോൾ വിളിച്ചു. അത് കഴിഞ്ഞ് ഞാൻ നോക്കാൻ പോകുന്ന പേഷ്യൻറ്റിൻ്റെ മകൻ എന്നെ വിളിച്ച് സംസാരിച്ചു. നല്ല രീതിയിൽ തന്നെ വെച്ചു. എനിക്ക് അവർ ചോദിച്ചെല്ലാം മനസ്സിലായി, ഞാൻ ആൻസറും പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഒരറിവും ഇല്ല. സാധാരണ എല്ലാ കുട്ടികൾക്കും ഇങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ ഒരാഴ്ചയ്ക്കുള്ളിൽ അവിടുന്ന് ഒരു മെയിൽ വരും, പേപ്പർ വരും. എനിക്ക് മാത്രമൊന്നും വന്നില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഏജൻസിയെ വിളിച്ചിട്ട് ജനുവരി 30 ചോദിച്ചു, എന്തായി എൻ്റെ കാര്യം. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, നിങ്ങളുടെ ഒന്നും ആയിട്ടില്ല, നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരും എന്ന്. അപ്പോൾ ഈശോയുടെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ വെയിറ്റ് ചെയ്യാമെന്ന് തീരുമാനിച്ച് തന്നെ ഇരുന്നു. വീണ്ടും ഫെബ്രുവരി 3 ഞാൻ രാവിലെ ഡെയിലി ബ്രെഡ് പ്രാർത്ഥന കൂടിയിട്ട് ഞാനിങ്ങനെ മാതാവുമായിട്ട് ഇടയ്ക്കിടയ്ക്ക് കുറേ സംസാരിക്കും. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, ഈ ഫെബ്രുവരി 15-ാം തീയതിക്ക് മുമ്പ് എനിക്കൊരു പോസിറ്റീവായുള്ളൊരു കാര്യം കേൾക്കാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. ഞാനങ്ങനെ പ്രാർത്ഥിച്ച് രാവിലെ 5:45 ഇത് പ്രാർത്ഥിച്ചു. അന്ന് തന്നെ രാവിലെ 11 മണിയായപ്പോൾ എൻ്റെ ഏജൻസി തന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിൻ്റെ പേപ്പറുകളെല്ലാം റെഡിയായി, നിനക്ക് വിസ വന്നിട്ടുണ്ട്, നീ തിരിച്ച് ബോംബെക്ക് ഇൻ്റർവ്യൂവിന് കയറി പോകണമെന്ന് പറഞ്ഞ് അവർ വിളിച്ചു. അടുത്ത ആഴ്ച ഞാൻ അങ്ങോട്ട് കയറി പോവുകയാണ്. ഇത്രയും എല്ലാ അനുഗ്രഹം നൽകിയ എൻ്റെ അമ്മ മാതാവിനും ഈശോയ്ക്കും കോടാനും കൂടി നന്ദി പറയുന്നു. പിന്നെ ഭൗതികമായ ആത്മീയമായ കാര്യങ്ങൾ എനിക്ക് ഒത്തിരി ഉയർച്ച ഉണ്ടായിട്ടുണ്ട്. വെറും ഞായറാഴ്ചകളിൽ മാത്രം പള്ളിയിൽ പോയിക്കൊണ്ടിരുന്ന ഇപ്പോൾ എനിക്ക് കിട്ടുന്ന സാഹചര്യം, കുർബാന കൂടാൻ പറ്റുന്ന സാഹചര്യങ്ങളെല്ലാം ഞാൻ പോയി കുർബാന കൂടും. സന്ധ്യാപ്രാർത്ഥന മുടക്കാറില്ല. സന്ധ്യാപ്രാർത്ഥനകൾ എല്ലാ ദിവസവും ചെല്ലും. ബൈബിള് വായിക്കാനും പിന്നെ ഇടയ്ക്കിടയ്ക്ക് കൊന്ത ചെല്ലാനും എല്ലാം ദൈവം ഇപ്പം ഞാൻ എനിക്ക് അനുഗ്രഹിക്കുന്നുണ്ട്. അതിൽ ഞാൻ ഒത്തിരി സന്തോഷവതിയാണ്. പിന്നെ കാരുണ്യ പ്രവൃത്തികളായിട്ട് ഇവിടെ നിന്നുള്ള പത്രങ്ങൾ ഞാൻ വാങ്ങിക്കൊണ്ടുപോയി കൊടുക്കാറുണ്ട്. പിന്നെ ഞാനിവിടുത്തെ സാക്ഷ്യങ്ങളെല്ലാം ഒട്ടുമുക്കാലും തന്നെ കേൾക്കും. അതെല്ലാം ഞാൻ എൻ്റെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാറുണ്ട്. പിന്നെ എനിക്ക് മാതാവിനെക്കുറിച്ച് പറയാൻ ഒരവസരം എവിടെയെങ്കിലും കിട്ടിയാൽ എനിക്ക് കിട്ടിയ സാക്ഷ്യങ്ങളും അനുഗ്രഹങ്ങളും വെച്ച് എല്ലാവരോടും അത് പറഞ്ഞിരിക്കും. പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ഭയങ്കര വിഷമമാണ്. പിന്നെ ഞാൻ പാവപ്പെട്ടവരെയൊക്കെ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ സഹായിക്കാറുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാറുണ്ട്. കൂടുതലായിട്ട് ഞാൻ പേപ്പറുകൾ വാങ്ങിക്കൊടുത്താണ് അവർക്ക് വേണ്ടി ചെയ്യുന്നത്, കാരുണ്യപ്രവൃത്തിയായി ചെയ്യുന്നത്. ഇത്രയും അനുഗ്രഹങ്ങൾ നൽകിയ ഈശോയ്ക്കും തിരുക്കുമാരനും കോടാനും കോടി നന്ദി. ജെറമിയ 17:14 കർത്താവെ, എന്നെ സുഖപ്പെടുത്തണമേ, അപ്പോൾ ഞാൻ സൗഖ്യമുള്ളവനാകും. എന്നെ രക്ഷിക്കണമേ, അപ്പോൾ ഞാൻ രക്ഷപ്പെടും. അങ്ങ് മാത്രമാണ് എൻ്റെ പ്രത്യാശ. പ്രിയങ്ക ഫിലിപ്പ് എന്ന ഈ സഹോദരി തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച സവിശേഷമായ ദൈവാനുഗ്രഹങ്ങളെ അമ്മയുടെ സന്നിധിയിൽ സന്തോഷത്തോടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആദ്യത്തെ മകൾക്കുണ്ടായിരുന്ന ഫിക്സിൻ്റെ അസുഖമാണ്. ഏറെ വർഷങ്ങളായി ക്ലേശിച്ചിരുന്ന ഒരു രോഗാവസ്ഥ. ഉടമ്പടി എടുത്ത് നേർച്ചവസ്തുക്കൾ ഉപയോഗിച്ച് തുടങ്ങിയതിന് ശേഷം യാതൊരു മരുന്നോ ലേപനമോ ഒന്നുമില്ലാതെ പൂർണ്ണമായും ആ രോഗം സൗഖ്യപ്പെട്ട് മാറുകയും നേഴ്സ് എന്ന രീതിയിൽ നൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്നതിന് രാത്രി ദീർഘനേരം ഉറക്കം നിന്നാലും യാതൊരു കുഴപ്പവുമില്ലാതെ
ജോലി ചെയ്യുവാനും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാനും സഹോദരിക്ക് സാധിക്കുന്നതിനെയാണ് സാക്ഷ്യപ്പെടുത്തിയത്. രോഗത്തിന് മേൽ സൗഖ്യപ്പെടുത്തുന്ന കർത്താവിൻ്റെ കരം അത് നമുക്ക് ആശ്വാസം പകരുന്നതാണ്. ഗലീലിയിൽ അവിടെ നിന്ന് സൗഖ്യപ്പെടുത്തിയതുപോലെ തന്നെ ഇന്ന് അവിടുന്ന് ശരണപ്പെടുന്നവരെ അവിടുന്ന് കരം നീട്ടി സൗഖ്യപ്പെടുത്തുകയും സാധാരണ ജീവിതത്തിലേക്ക് വരെ നയിക്കുകയും ചെയ്യുന്നുവെന്ന് ഈ അൾത്താരയിൽ പങ്കുവയ്ക്കപ്പെടുന്ന ഓരോ രോഗസൗഖ്യാനുഭവ സാക്ഷ്യത്തിലൂടെയും ലോകത്തോട് വെളിപ്പെടുത്തുകയാണ്. രണ്ടാമത്തത് സഹോദരി സൂചിപ്പിച്ചത് രേഖകളില്ലാതെ ഒരു സർട്ടിഫിക്കറ്റ് സർക്കാർ ഓഫീസിൽ നിന്നും ലഭിച്ചതിനെക്കുറിച്ചാണ്. ഏറെ ക്ലേശകരമായ ഒരു പ്രവൃത്തിയാണത്. നമ്മൾ എത്ര നാളുകൾ നടന്നാലും പൊരുത്തപ്പെടുന്ന രേഖകളില്ലെങ്കിൽ ഏറെ നമ്മൾ കഷ്ടപ്പെടുകയും ഒരുപക്ഷെ അസാധ്യമായി പോവുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് ഒരു ഡെത്ത് സർട്ടിഫിക്കറ്റ് മതിയായ രേഖകളൊന്നുമില്ലാതെ വർഷങ്ങൾക്ക് ശേഷം സമ്പാദിച്ചെടുക്കുക എന്നത്. അതിന് ഉടമ്പടിയിൽ നമ്മളെപ്പോഴും കാണുന്നത് ഉടമ്പടി ദൂതന്മാരുടെ സംരക്ഷണമുള്ള ഒരു പ്രാർത്ഥനാ പദ്ധതിയാണ്, ദൈവിക പദ്ധതിയാണ്. അതുകൊണ്ട് നമുക്ക് സന്ദേശങ്ങളിലൂടെ വ്യക്തികളിലൂടെ ദൈവത്തിൻ്റെ ദൂത് നമ്മുടെ ജീവിത വിഷയത്തെ പരിഹരിക്കുന്നതിന് കൂടെ സഞ്ചരിക്കുന്നത് നമുക്ക് കാണാനാവും. ഇവിടെയും ഒരു വ്യക്തിയെ കണ്ടെത്തുന്നു. ആ വ്യക്തി ആ ഓഫീസറിനോട് സംസാരിക്കുമ്പോൾ അത് തമ്മിൽ മനസ്സിലാവുന്ന രീതിയിലും അന്ന് വരെ പലതവണ ഇതിനുവേണ്ടി പരിശ്രമിച്ച് പരാജയപ്പെട്ടത് നിസ്സാരമായി ഒരു ദിവസം കൊണ്ട് സമയച്ചുരുക്കത്തിൻ്റെ അമ്മ എല്ലാ ഭാരങ്ങളും ലഘൂകരിച്ച് ആ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്ന വിധത്തിൽ കാര്യങ്ങൾ ക്രമീകരിക്കുന്നതിനെയാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. ദൈവകരങ്ങളിൽ ഭാരങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നാം പോലും അറിയാതെ അവിടുന്ന് ലഘൂകരിച്ച് നമ്മുടെ ജീവിതങ്ങളെ കുറേ കൂടി സുരക്ഷിതമാക്കുന്നു. ആ സർട്ടിഫിക്കറ്റ് വിദേശത്തേക്ക് പോകുവാനുള്ള ഡോക്യുമെൻറ്റിനൊപ്പം ചേർക്കുവാനുള്ളതായിരുന്നു. ആ ഡോക്യുമെൻറ്റിനൊപ്പം ചേർത്ത് അത് നൽകുമ്പോഴും സഹോദരി പറഞ്ഞു, ഭാഷയൊന്നും അധികം അറിയില്ലെങ്കിൽ കൂടിയും അവർ നടത്തിയ ഓരോ ഇൻ്റർവ്യൂവിലും മകള് അത് പങ്കെടുക്കുകയും അതിനുള്ള എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ച് കിട്ടുകയും ചെയ്യുന്നു. സർട്ടിഫിക്കറ്റിന് പോകുമ്പോൾ എല്ലാവരും ചെയ്യുന്നത് പോലെ മകളന്ന് ആദ്യമായി ചെയ്യുന്നൊരു പ്രവൃത്തിയെ സൂചിപ്പിക്കുന്നുണ്ട്. എല്ലാവരും ഉപ്പിട്ട് പ്രാർത്ഥിക്കുന്നു. അതവർക്ക് അനുഗ്രഹമാകുന്നത് സാക്ഷ്യത്തിൽ അറിയുകയും ചെയ്യുന്നു. മകൾ അത് തന്നെയാണ് അൾത്താരയിൽ പറയുന്നത്. ഉപ്പിട്ട് പ്രാർത്ഥിക്കുക എന്നത് ഒരു വിശ്വാസ പ്രയോഗമാണ്. വിശ്വാസ പ്രഖ്യാപനത്തിൻ്റെ തുടർച്ചയാണ് വിശ്വാസ പ്രയോഗം. വിശ്വാസ പ്രഖ്യാപനം നമ്മൾ പറയുന്നത് യേശു കർത്താവാണെന്നും അവനെ ദൈവം മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്നുമാണ്. അതാണ് വിശ്വാസ പ്രമാണത്തിലൂടെ നാം ആവർത്തിച്ച് ചൊല്ലുന്നത്. അതുകൊണ്ടാണ് നാം ഉപ്പിട്ട് പ്രാർത്ഥിക്കുക, തൈലം പൂശി പ്രാർത്ഥിക്കുക എന്നൊക്കെ പറയുമ്പോൾ ആ വിശ്വാസ പ്രയോഗത്തിന് നിർബന്ധമായും നമ്മൾ വിശ്വാസ പ്രമാണം ചൊല്ലണം എന്ന് നമ്മോട് പറയുന്നത്. യേശുനാമത്തെ വിളിച്ചുകൊണ്ട് യേശു ശക്തിയാൽ നമ്മുടെ ജീവിത വിഷയം ഏറ്റെടുക്കുന്നതിന് വേണ്ടി അവനിൽ മാത്രം ശരണപ്പെടുന്നുവെന്ന് നാം പരസ്യമായി പ്രഖ്യാപിക്കുകയാണ് വിശ്വാസ പ്രമാണം ചൊല്ലി നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ. അതിലൂടെ സഹോദരിക്ക് ലഭിച്ച സർട്ടിഫിക്കറ്റിനെയാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. ഇംഗ്ലീഷ് ഭാഷ നന്നായിട്ട് അറിയില്ല എന്ന് വെളിപ്പെടുത്തുമ്പോൾ പോലും ആ വിദേശികളോട് സംസാരിക്കുവാനും അവരുമായി വേണ്ട രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് ആ ജോലിയിലേക്ക് പോകുവാനുള്ള വഴികൾ അമ്മ മാതാവ് ഈ ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ മകൾക്ക് തുറന്നു കൊടുത്തതിനെ ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്, വെളിപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ കഴിവുകളൊക്കെ തീരുന്നിടത്ത് ദൈവത്തിന് കഴിവ് പ്രയോഗിക്കുവാൻ കഴിവുണ്ട് എന്ന തിരിച്ചറിവാണ് ഉടമ്പടിയിൽ ജീവിക്കുവാൻ നമ്മളെ എപ്പോഴും സഹായിക്കുന്നത്. മറ്റുള്ളവർക്ക് സാധാരണ നിലയിൽ സാധിക്കുന്നത് നമുക്ക് സാധിക്കാതെ വരുമ്പോൾ അതിനുവേണ്ടി നമ്മുടെ കുറവുകളെ ഏറ്റെടുക്കുന്നവൻ നമുക്ക് ബലമായി തീരുകയും കൃപയായി തീരുകയും നമ്മുടെ ജീവിത വിഷയങ്ങൾക്ക് പരിഹാരമായി തീരുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഉടമ്പടിയിലെ ഓരോ ജീവിതാനുഭവ സാക്ഷ്യത്തിലൂടെയും ലോകത്തോട് പങ്കുവയ്ക്കപ്പെടുന്നത്. മറ്റുള്ളവർ കഴിവ് കൊണ്ട് പഠിച്ച് വിജയിക്കുമായിരിക്കും. എന്നാൽ കഴിവ് കുറഞ്ഞവർക്ക് ദൈവകൃപയാൽ വിജയം സാധ്യമാണെന്ന് ഉടമ്പടി നമ്മളെ ഓർമ്മിപ്പിക്കും. മറ്റുള്ളവർക്ക് എല്ലാ രേഖകളും കയ്യിലുള്ളത് കൊണ്ട് വിസ ലഭിക്കുമായിരിക്കും. നമുക്കെല്ലാ രേഖകളും കയ്യിലില്ലെങ്കിലും ദൈവകൃപയാൽ ദൈവം ചില വഴികൾ ഒരുക്കി തന്ന് നമ്മുടെ കുറവുകൾ പരിഹരിച്ചുകൊണ്ട് നമ്മുടെ വിസ ലഭിക്കുന്നതിനുള്ള സാധ്യതകളെ തുറന്നു തരുമെന്നാണ് ഈ സാക്ഷ്യത്തിൽ ഈ സഹോദരി നമ്മളോട് പങ്കുവയ്ക്കുന്നത്.
മറ്റുള്ളവർക്ക് മരുന്നുകൊണ്ട് രോഗം സൗഖ്യപ്പെടുമായിരിക്കും. എന്നാൽ മരുന്നുകൊണ്ട് സൗഖ്യപ്പെടാതെ നിൽക്കുന്നത് ദൈവശക്തിയാൽ ഏറെ വർഷം ക്ലേശിച്ച രോഗത്തിൽ നിന്നും എനിക്ക് ദൈവശക്തിയാൽ രോഗം സൗഖ്യപ്പെട്ടുവെന്നാണ് ഉടമ്പടിയിൽ ഈ സഹോദരി ലോകത്തോട് വിളിച്ചു പറയുന്നത്. അതുകൊണ്ട് ദൈവം ഇന്നും അനുഗ്രഹ പ്രവാഹമായി നമ്മുടെ കൂടെയുണ്ട്. അത് സവിശേഷമാം വിധം അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ അമ്മയെ തേടി വന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടി പ്രകാരം ആത്മശരീരങ്ങളെ വിശുദ്ധീകരിച്ച് ദൈവത്തിന് ജീവിതം വിട്ടുകൊടുക്കുവാൻ നാം സന്നദ്ധമാകുമ്പോൾ ദൈവശക്തി നമ്മുടെ ജീവിത വിഷയങ്ങളെ പരിഹാരത്തിലേക്കും അനുഗ്രഹത്തിലേക്കും നയിക്കുമെന്ന് ഈ അൾത്താരയിൽ ഈ സഹോദരി ഏറ്റുപറയുകയാണ്. നമ്മുടെ ജീവിത വിഷയങ്ങൾ എന്തു തന്നെയാണെങ്കിലും ദൈവകരങ്ങളിൽ കൊടുത്തുകൊണ്ട് വലിയ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ കുടുംബത്തിനും സഹോദരിക്ക് ലഭിച്ച ഈ അനുഗ്രഹങ്ങൾക്ക് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി.